വളരെ ഗുരുതരമാണ് സാർ. ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇരയ്ക്കൊപ്പം നിൽക്കുകയും എന്ന് പറയുന്നത് വേട്ടക്കാരനൊപ്പം കിതക്കുകയും ചെയ്യാണ് സാർ ഈ സർക്കാർ. അതാണ് ഈ സർക്കാർ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കാൻ അതിവേഗ സ്പെഷ്യൽ കോടതി സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം സാർ. നീതി നിയമപരമായി ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് സാർ കേസുകൾ കൂടുന്നത്. ഈ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് കൊണ്ടാണ് സാർ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പോലീസിന്റെ അറിവിൽപ്പെടുന്നതുമായ എല്ലാ സംഭവങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്ത് ഊർജിതമായ അന്വേഷണം നടത്തി പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ശാസ്ത്രീയവും പഴുതടച്ചതുമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. സർ, കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. ക്രൈം റെക്കോർഡ്സിന്റെ ഡാറ്റ പരിശോധിച്ചാൽ അറിയാം, ഗൗരവതരമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് എന്ന് നമുക്ക് വ്യക്തമാവും. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. സംസ്ഥാനത്ത് കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായ അതിക്രമങ്ങൾ ഏറി വരുമ്പോൾ സർക്കാർ കാഴ്ചക്കാരായി മാറുന്നു എന്നതായിരുന്നു നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഉയർത്തിയ വിഷയം. സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണോ എന്ന കെ രമയുടെ ചോദ്യത്തിന് ഭരണപക്ഷത്തു നിന്ന് മറുപടി പറഞ്ഞത് വീണ ജോർജ് ആയിരുന്നു. സഭാമന്ദിരത്തിൽ ഉണ്ടായിരുന്നിട്ടും കെ രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി എത്തിയില്ല. ഇതും ലാഘവ ബുദ്ധിയാണെന്ന് കെ രമ കുറ്റപ്പെടുത്തി. ആലപ്പുഴ പൂച്ചാക്കലിൽ നടു റോഡിൽ ദലിത് യുവതിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നടപടി വൈകിയതും ICU പീഡന കേസിൽ ഇരയെ സഹായിച്ച ജീവനക്കാരിയെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടിയുമെല്ലാം പ്രതിപക്ഷം ഇന്ന് ആയുധമാക്കി. സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ സർക്കാർ പ്രതിക്കൂട്ടിലാവുകയാണോ? എൻകൗണ്ടർ പ്രൈം ഇന്ന് ഈ വിഷയത്തിലാണ്. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസ് പ്രതിനിധി ശ്രീ നിജേഷ അരവിന്ദ്, ഇടത് നിരീക്ഷകൻ ഡോക്ടർ ബി ജയരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ, ആക്ടിവിസ്റ്റ് ശ്രീമതി ധന്യാരാമൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. നിജേഷ് അരവിന്ദ്, ഈ സ്ത്രീപക്ഷ നവകേരളം എന്ന നിലയിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള, അത് സ്ത്രീ പീഡനത്തിന്റെ കേസുകളായാലും അതല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനത്തിന്റെ കേസുകളായാലും ഒക്കെ കേരളത്തിൽ സമഗ്രമായി ബോധവൽക്കരണം നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രചാരണ പരിപാടികൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. സ്ത്രീപക്ഷ നവകേരളം സൃഷ്ടിക്കുകയാണ് അതിൻ്റെയൊക്കെ ഉദ്ദേശം. അപ്പോൾ എല്ലാ തവണയും ഏത് അതിക്രമം ഉണ്ടാകുമ്പോഴും എത്തരം ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും പൊതുവിൽ കേരളം സ്വീകരിക്കുന്നൊരു നിലപാട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി. അതുകൊണ്ടാണ് എപ്പോഴും ക്രൈം റേറ്റ് കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നത്. അത് ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് എന്നതാണ് സർക്കാരിൻ്റെ വാദം. എന്തുകൊണ്ടാണ് വേട്ടക്കാർക്കൊപ്പമാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത് എന്നൊരു ആക്ഷേപം പ്രതിപക്ഷം ഇന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായ അതിക്രമത്തിന്റെ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ ഇങ്ങനൊരു നിലപാടെടുത്തത്? ഇന്ന് നിയമസഭയ്ക്കകത്ത് ശ്രീമതി കെ രമ ഈ വിഷയം കൊണ്ടുവന്നു. സ്വാഭാവികമായും ഒരു അടിയന്തര പ്രമേയമാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ ഒന്നിലധികം തവണ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തിരുന്നു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് ആ കീഴ്വഴക്കമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് എങ്കിൽ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് വളരെ കാമ്പുള്ള ഒരു ചർച്ച നടക്കുമായിരുന്നു. അതൊരു മെസ്സേജ് കൊടുക്കുമായിരുന്നു. കേരളത്തിനകത്ത് ഒരു ഭാഗത്ത് സ്ത്രീകളെ, കുട്ടികളെ നിരന്തരമായി പീഡിപ്പിക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്ന, കേസെടുക്കാത്ത, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാർ ഒളിച്ചോടുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി, ഇതിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിട്ടും മറുപടി പറഞ്ഞില്ല. അതാണ് ശ്രീമതി കെ രമ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെയൊരു രീതിയിൽ ഒരു ഈഗോയിസ്റ്റ് ആയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നത്? ഭരണപക്ഷം പറയുന്ന ഒരു ന്യായം, കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഇപ്പോൾ ക്ഷേമം സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന വകുപ്പിനെ നയിക്കുന്നത് വീണ ജോർജ് ആണ്. അതുകൊണ്ട് വീണ ജോർജ് അതിന് മറുപടി പറഞ്ഞു എന്നാണല്ലോ. അല്ല, വീണ ജോർജ് കുട്ടികളുടെയും വനിതകളുടെയും ക്ഷേമമാണ്. ഇവിടുത്തെ പ്രശ്നം കുട്ടികളുടെയും വനിതയും ക്ഷേമമല്ല,
അവരെ ബാധിക്കുന്ന പീഡനങ്ങളാണ്, അക്രമങ്ങളാണ്. അതിന്റെ ഉത്തരവാദി നേരിട്ട് ആഭ്യന്തര സംവിധാനമാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത്. നമുക്ക് CPM ഒരു ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. എനിക്ക് വ്യക്തിപരമായി ഏറ്റവും അധികം ഈ മാസം എന്നെ വേദനിപ്പിച്ച ഒരു സംഭവം, CPM എൻ്റെ കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കാൻ വേണ്ടി സമരം ചെയ്യുന്നു. എന്തായിരുന്നു കാരണമെന്നറിയോ? ആ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിവാഹ ദിവസം അവർക്ക് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവരുമായി ബന്ധമുള്ള ഒരാൾ, അവരെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആൾ, അവരുടെ കുറച്ച് ഫോട്ടോസ് പുറത്തു വിടുന്നു. ആ ഫോട്ടോസ് വിവാഹം നടക്കുന്ന ഈ ഏപ്രിൽ മാസം 18-നാണ്. ആ ഫോട്ടോസ് പുറത്തു വിട്ടതിൽ അവരൊരു ഇരയാണ്. കാരണം അവരുടെ വിവാഹ ദിവസം അവർക്കെതിരെ വർഷങ്ങൾക്ക് 5-6 വർഷങ്ങൾക്ക് മുമ്പുള്ള അവരുടെ ഒരു ലോവർ ഈ ഫോട്ടോ പുറത്തു വിടുന്നു. ആ വർഷങ്ങളൊക്കെ ഇവർക്ക് വന്ന വിവാഹാലോചന ഇവർ തന്നെ, എനിക്ക് ഇങ്ങനെ ഒരാളുമായി ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു സ്ത്രീ, ഒരു യുവ നേതാവ്. അവസാനം അവർക്കൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവർ പറയുന്നു, അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് എനിക്ക് വിവാഹം ചെയ്യുകയാണെങ്കിൽ മതി, ഇതൊരു ഇഷ്യൂ ആവും. അയാൾ എന്നെ 2 തവണ ആസിഡ് അക്രമം നടത്തിയിട്ടുണ്ട്, എന്നെ ആക്രമിച്ചതിന് കേസുണ്ട്, അതുകൊണ്ട് അയാൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അംഗീകരിച്ച് വിവാഹം കഴിച്ച് ആ ദിവസം പുറത്തു വിട്ടു. ആ കുറെ ഞരമ്പ് രോഗികളായ കുറെ ആളുകൾ ഇത് പിന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സൈക്കോ ക്രിമിനലായ ഇയാള് ഇത് പുറത്തുവിടുന്നു. ഈ പെൺകുട്ടി പോലീസിൽ പരാതി കൊടുക്കുന്നു. ഇന്നേ ദിവസം വരെ പോലീസിന് അയാൾക്കെതിരെ നടപടിയെടുക്കാനില്ല. നിരന്തരമായി പല ഫോണുകളിൽ നിന്നും വിളിച്ച് ആ സ്ത്രീയെ, ആ യുവതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ CPM ഈ യുവതി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ സമരം, ഇവരെ പഞ്ചായത്ത് അകത്തേക്ക് കയറാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM സമരം. യഥാർത്ഥത്തിൽ ഇവരല്ലേ ഇര, ഇവർക്ക് സംരക്ഷണം കൊടുക്കുകയല്ലേ CPM-നെ പോലത്തെ ഒരു പ്രസ്ഥാനം ചെയ്യേണ്ടത്. അവസാനം അവർ രാജിവെച്ചു. ഒരു ഭാഗത്ത് കുടുംബത്തിന്റെ പ്രയാസങ്ങൾ, ഇവർക്ക് നിരന്തരമായി ഭീഷണി, ആളുടെ അടുത്തുനിന്ന് അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭരണ സംവിധാനം, പോലീസ് കേസെടുക്കുന്നില്ല, സംരക്ഷണം കൊടുക്കുക. അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷൻ വന്ന് ഇരിക്കാൻ പോവുകയാണ്, എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. യഥാർത്ഥ ഇടതുപക്ഷ പ്രസ്ഥാനം, സ്ത്രീകളോടൊപ്പം നിൽക്കേണ്ട ഇടതുപക്ഷ പ്രസ്ഥാനം ആർക്കൊപ്പം നിൽക്കേണ്ടത്? ആ ഇരയ്ക്കൊപ്പമല്ലേ? അല്ല, അവർക്ക് ഇവരെ രാജിവെപ്പിക്കണം. ഇതാണ് കേരളത്തിലെ CPM-ന്റെ ഒരു പൊതു നയം. ആ നയത്തിൽ നിന്ന് CPM മാറാത്തത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരുപാട് ഇഷ്യൂസ് കോഴിക്കോട്, എനിക്കറിയാവുന്ന കോഴിക്കോട്ട് ICU-വിനകത്തുള്ള പീഡനം കേട്ടുകേൾവിയില്ലാത്തതാണ്. രോഗിയെ പീഡിപ്പിച്ചതിന് ശേഷം അവർക്കെതിരെ സാക്ഷി പറയാൻ ഒരാളും തയ്യാറല്ല. അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് കേസുമായി മുന്നോട്ട് പോയി. ചില ജീവനക്കാർക്ക് സസ്പെൻഷൻ വന്നപ്പോൾ ജീവനക്കാർക്കെതിരെ മൊഴി പറയാൻ ഒരാളും തയ്യാറല്ലാത്തപ്പോൾ ഒരു സ്ത്രീ, അവിടെയുള്ളൊരു വനിതാ ഉദ്യോഗസ്ഥ അതിന് ധൈര്യപൂർവ്വം കേസിന് സാക്ഷി പറഞ്ഞു. ആ സാക്ഷി പറഞ്ഞ ആ സ്ത്രീയോട് ഈ ഗവൺമെന്റ് കാണിച്ചതെന്താണ്? അവർ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോയി ഉത്തരവുമായി തിരിച്ച് കോഴിക്കോട്ടേക്ക് വന്നു. കോഴിക്കോട്ട് അവരെ പ്രവേശിപ്പിച്ചില്ല. ആ സ്ത്രീ മെഡിക്കൽ കോളേജിന് മുന്നിൽ ദിവസങ്ങളോളം സമരം ചെയ്യേണ്ടി വന്നു അവരകത്ത് കിടത്താൻ. ഈ സർക്കാർ എടുത്ത നിലപാടാ. നമ്മൾ എങ്ങനെ ഈ സർക്കാരിനെ വിശ്വസിക്കും? എന്തെല്ലാം പറഞ്ഞ് വനിതാ മതിൽ കിട്ടിയതൊക്കെ നമ്മുടെ ഓർമ്മയിലില്ലേ? എത്ര വലിയ മതിലായിരുന്നു, എന്തൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഭാഷണങ്ങൾ. സ്വാഭാവികമായി കേരളത്തിലെ ജനത, കേരളത്തിലെ കുട്ടികൾ ഈ ഗവൺമെന്റിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. വിസിബിളായ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾക്ക് ആവശ്യമില്ലേ? എത്ര കോവിഡ് കാലത്ത് നമ്മൾക്ക് ഓർമ്മയില്ലേ? വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കണം, പക്ഷികൾക്ക് തീറ്റ കൊടുക്കണം, നായയ്ക്ക് ഭക്ഷണം കൊടുക്കണം, ഇതൊക്കെ പറഞ്ഞപ്പോൾ വിസിബിളായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു, മറുപടി പറയുന്നില്ല. ഇടയ്ക്ക് ഗോവിന്ദ മാഷ് പറയും തിരുത്തും. യഥാർത്ഥത്തിൽ തിരുത്തൽ വരേണ്ടത് ഇവിടെയൊക്കെ അല്ലേ? സമീപനത്തിലല്ലേ തിരുത്തൽ വരേണ്ടത്? ആ സമീപനത്തിൽ ഇദ്ദേഹം തിരുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. KK രമ പറഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയില്ല, KK രമയോട് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറല്ല. പഴയ ബൂർഷ്വാ കാലഘട്ടം പോലെ, അല്ലെങ്കിൽ പഴയ ചാതുർവർണ്ണയത്തിന്റെ സമീപനം പോലെ. ഇത് ചാതുർവർണ്ണയത്തിന്റെ ഏറ്റവും അടിയിൽപ്പെട്ട ആളാണ് KK രമ. അതിന് വലിയ ബോസ് മറുപടി പറയില്ല എന്ന, അത് ജാതിയല്ല, ഇത് മറ്റൊരു സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു. MV രാഘവന്റെ ഒക്കെ ജന്മം എന്ന് പറയുന്ന പുസ്തകം എടുത്ത് വായിച്ചു. ഒരു ജന്മം എന്ന് പറയുന്ന പുസ്തകത്തിന് ഉടനീളം പറയുന്നത് ഇതുപോലെയുള്ള ബൂർഷ്വാ നാടുവാഴികൾക്കെതിരെയുള്ള പോരാട്ടമാണ്. യഥാർത്ഥത്തിൽ നാടുവാഴിയുടെ മറ്റൊരു മുഖമല്ലേ കേരള നിയമസഭയിൽ തെളിഞ്ഞു വരുന്നത്? വടകരയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത KK രമയ്ക്കെതിരെ ഞാൻ മിണ്ടില്ല, മറുപടി പറയില്ല, ഞാൻ മാറി നിൽക്കും എന്നൊരു സമീപനം ശരിയാണ്. വിഷയത്തിന്റെ KK രമയല്ല, KK രമ എന്ത് പറയുന്നു എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്. KK രമ പറയുന്ന വിഷയം കേരളത്തിലെ സ്ത്രീകളുടെ പ്രശ്നമാണ്, കുട്ടികളുടെ പ്രശ്നമാണ് എങ്കിൽ അതിന് മറുപടി പറയുകയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്, ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്യേണ്ടത്. നമ്മൾക്ക് വീണ്ടും ഒരു മതിൽ കെട്ടണം എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് പറയുകയല്ലേ വേണ്ടത്. അതിലൊക്കെ ഞങ്ങൾ ശക്തമായ നിലപാടെടുക്കാറുണ്ട് എന്നൊരു മന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ച് തടി തപ്പലാണോ കേരളം ചെയ്യേണ്ടത്? ഈ ചോദ്യമാണ് ശരി, ഞാൻ വരാം. ശ്രീമതി ധന്യാരാമൻ,
ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് നയപരമായി തന്നെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായി തന്നെ ലിംഗസമത്വവും സ്ത്രീ സുരക്ഷയും സ്ത്രീ അവകാശ സംരക്ഷണവും ഒക്കെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി ഏറ്റെടുത്തിട്ടുള്ളതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ. പക്ഷേ അതേ CPIM ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന, അവർ പ്രതികളായി വരുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് KK രമ ഇന്ന് സഭയിൽ ഉന്നയിച്ച പ്രശ്നത്തിന്റെ കാതലായ ഒരു ഭാഗം. അതിൽ ഒരു ഭാഗത്താണ് ആലപ്പുഴയിലെ പൂച്ചാക്കലിൽ ദലിത് യുവതിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്ന സംഭവത്തിലെ അറസ്റ്റ് 48 മണിക്കൂറിന് ശേഷം നടന്നത്. ഇത്തരം സംഭവങ്ങളിലുള്ള സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലായി ഇന്ന് മന്ത്രി വീണ ജോർജ് സഭയിൽ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതിസ്ഥാനത്ത് പാർട്ടി ബന്ധമുള്ളവർ വരുമ്പോൾ സർക്കാരിന് ഒരു ഇരട്ടത്താപ്പുണ്ട് എന്നാണോ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. CPM ഇടതുപക്ഷത്തിലുള്ള ആൾക്കാർ പ്രതികളായിട്ട് വരുമ്പം കേസ് എടുക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും FIRൽ രക്ഷപ്പെടാനുമുള്ള എല്ലാ ഓപ്ഷൻസും ഇട്ടാണ് ആ കേസുകൾ മുമ്പോട്ടേക്ക് പോകുന്നത്. സാധാരണ സ്ത്രീകളെക്കാളും ദലിത് സ്ത്രീകൾക്ക് ഞങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരാണ്. ഇപ്പം പൂച്ചാക്കല്ലിൽ തന്നെ കണ്ടതല്ലേ, ഒരു കുഞ്ഞിനെ പട്ടാപ്പകല് ഇതുപോലെ ആക്രമിച്ചിട്ട് ഓൾറെഡി ആ പോലീസ് സ്റ്റേഷനിൽ ആദ്യം അനിയന്മാരെ അടിച്ചതിന് കൊണ്ടുപോയി കേസ് കൊടുത്ത് ആ കേസ് ഒത്തുതീർപ്പാക്കി ഈ വീട്ടുകാർ അറിയുന്നില്ല ഒത്തുതീർപ്പാക്കി വിട്ട കാര്യം. അങ്ങനെ ചേച്ചി വീണ്ടും ഒത്തുതീർപ്പാക്കിയതുകൊണ്ട് വീണ്ടും പരാതി കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ അപ്പൊ തന്നെ പ്രതികളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറയുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് വന്നു. വീട്ടിലെത്തും മുമ്പേ ആ കുട്ടികൾക്ക് വീണ്ടും മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇത്രയും എവിഡൻസ് ഉള്ള വീഡിയോ അടക്കം കൊടുത്തിട്ടും പൂച്ചാക്കൽ പോലീസിന് FIR രജിസ്റ്റർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിലെ പ്രതികളായിട്ടുള്ള 2 പേരും അവിടെ ഒരു ഇവർ പറയും CPMന്റെ ആൾക്കാരല്ല പ്രതികൾ എന്ന് പറയും. അവിടെ ഒരു ദിവാകരൻ എന്ന് പറഞ്ഞൊരു ലോക്കൽ നേതാവുണ്ട്, അവന്റെ ഗുണ്ടകളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഷൈജും ശൈലേഷും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ശേഷമാണ് ഞങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ധന്യാരാമിലേക്ക് ഞാൻ വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ശ്രീ നിജേഷ് അരവിന്ദ് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഭാഗം, ഒന്ന്, ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒട്ടനവധി ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നു, അതായത് നടപടിയില്ലാതെ നിൽക്കുന്നു. മറ്റൊന്ന്, KK രമയെപ്പോലൊരാൾ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ സഭാമന്ദിരത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിട്ടും അദ്ദേഹം മറുപടി പറയാൻ സഭയിൽ വരാതിരിക്കുന്ന സാഹചര്യം, മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി മാറി നിന്നു എന്ന ആക്ഷേപം. ഇന്നലെ TP വധക്കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു വിഷയത്തിൽ അദ്ദേഹം സഭയിലെത്തിയതേയില്ല. അപ്പോൾ ഇത് ബോധപൂർവം ഇത് മറ്റൊരു തരത്തിൽ KK രമയെ ഒഴിവാക്കുന്ന ആ ഒരു പ്രവണത, ആ ഒരു രീതി മുഖ്യമന്ത്രി തുടർന്നുകൊണ്ടുവരുന്നു എന്ന് നിജേഷ് ഇവിടെ പറഞ്ഞു. അതോടൊപ്പമാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാതലായ ഒരു പ്രശ്നത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മറുപടി പറയേണ്ട സമയത്ത് അദ്ദേഹം അത് വീണ ജോർജിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സഭയിൽ സംഭവിച്ചത്? ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ ചോദ്യത്തിൻ്റെ രമയുമായി ബന്ധപ്പെട്ട ഭാഗം ആദ്യം പറയാം. KK രമ വടകരയിലെ ജനങ്ങളുടെ ഒരു MLA ആണ്. 140 MLA-മാരിൽ ഒരാളാണ്. കേരളത്തിലെ വളരെ കുറച്ചുള്ള വനിതാ MLA-മാരിൽ ഒരാളാണ്. അവരൊരു ചോദ്യം ഉന്നയിച്ചാൽ അത് ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണെങ്കിലും ഏത് വകുപ്പിനെ കുറിച്ചാണെങ്കിലും മുഖ്യമന്ത്രി പറയേണ്ടതാണെങ്കിൽ മുഖ്യമന്ത്രി മറുപടി പറയില്ല എന്ന വാദം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ്. ചങ്ക് ഇരട്ടയാണെന്നൊക്കെ പറയുമ്പോൾ പോലും KK രമയുടെ മുഖത്ത് നോക്കി, കാരണം അവരെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച ഒരു സഭയാണത്. ആ മെമ്പർമാരൊക്കെ അവിടെ ഉണ്ട് ഇപ്പോഴും ചിലരൊക്കെ. അപ്പോൾ അത്തരത്തിലൊരു സഭയിൽ അദ്ദേഹത്തിന് KK രമയുടെ മുഖത്ത് നോക്കാൻ ധൈര്യമുണ്ടാവില്ല. ഞാൻ അങ്ങനെയാണ് കണക്കാക്കുന്നത്. ധൈര്യമില്ലാത്തത് കൊണ്ട് ഒരാളൊരു കാര്യം ചെയ്യാതിരുന്നാൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ നേരിട്ട് ഉത്തരം പറയേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. ഗോപീഷ്ണൻ, ഞാൻ രണ്ട് കേസുകൾ ഞാൻ ആക്റ്റീവായി കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗോപീഷ്ണനും അറിയാം, കേരളത്തിലറിയാം. ഇപ്പോൾ വാളയാർ ഇന്നും ഞങ്ങൾ അത് സംബന്ധിച്ച ഒരു സമരം നടത്തിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ, ഈ 2 കേസുകൾ, ഇപ്പോൾ നേരത്തെ ധന്യ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് രണ്ടും ദളിത് പെൺകുട്ടികളാണ്, ചെറിയ പെൺകുട്ടികളാണ്, ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളാണ്. ഇതുവരെ ആ പ്രതികൾ, ആദ്യത്തെ കേസിൽ പ്രതികളെ വെറുതെ വിട്ടു, രണ്ടാമത്തെ കേസിലും പ്രതികളെ വെറുതെ വിട്ടു. വാളയാർ കേസുണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു കൈത്തെറ്റായിരിക്കുന്നു, ഒറ്റപ്പെട്ട സംഭവം. അതേ സംഭവം വണ്ടിപ്പെരിയാറിൽ നടന്നു. ഇനി ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറയണം. വാളയാർ എന്ന ഒറ്റ സ്റ്റേഷനിൽ മാത്രം
കഴിഞ്ഞ 6 കൊല്ലം കൊണ്ട് ഏതാണ്ട് 50-ലധികം പോക്സോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിച്ചോ എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഒരു കേസിൽ ശിക്ഷിച്ചിട്ടില്ല. ഈ 2017 മാത്രം അവിടെ 17 കേസിട്ടുണ്ടായി ഒരു വർഷം. ഒരു പോലീസ് സ്റ്റേഷനിലെ കാര്യം ഞാനീ പറയണേ. ഒന്ന്, ഇനി ഈ കേസ് രക്ഷിച്ച ആളുകളുടെ അന്വേഷിച്ച ആളുകളുടെ കാര്യം പറയുക. ഇപ്പോൾ വാളയാർ കേസ് അന്വേഷിച്ചു, പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടു. അത് അന്വേഷിച്ച് സോജൻ എന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ഈ ചാനലിൽ വന്നിരുന്നാണ്, ചാനലിലാണ് പറഞ്ഞത് 9-13 വയസ്സായ പെൺകുട്ടികൾ സ്വയം ഇഷ്ടപ്രകാരം പീഡനത്തിന് പോയതാണ്, അതുകൊണ്ട് അത് വല്ല കുഴപ്പമുണ്ടോ എന്ന് ഈ ചാനലിൽ വന്നിരുന്ന് ഈ ചാനലിൽ പറഞ്ഞ ഒരാൾ. അയാൾക്ക് ഇപ്പം സ്ഥിതി എന്താണെന്നറിയോ? അയാൾ ഈ സർവീസിൽ ഉണ്ടാവാൻ പാടില്ല ഒരു ദിവസം. പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് ആദ്യം SP ആയിട്ട് കൊടുത്തു, ഇപ്പം IPS കൊടുക്കാൻ അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു ഈ ഗവൺമെൻറ്. അദ്ദേഹത്തിനെതിരെ രണ്ട് പ്രധാന വകുപ്പുകൾ അനുസരിച്ച് ക്രിമിനൽ കേസുകൾ വാളയാർ അമ്മ കൊടുത്തിട്ടുണ്ട്. ആ 2 കേസും ഇപ്പോൾ പാലക്കാട് കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് പോക്സോ നിയമം അനുസരിച്ചും SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ചും 2 കേസുകൾ നിലനിൽക്കുമ്പോഴാണ് സോജൻ എന്ന ഈ ഉദ്യോഗസ്ഥന് ഇവർ ഇൻറ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇയാൾ നല്ല മനുഷ്യനാണ്, IPS കൊടുക്കാം. വണ്ടിപ്പെരിയാർ കേസിൽ നോക്കുക, അവിടെയും ഈ 2 സ്ഥലത്തുള്ള പല സാമ്യങ്ങളുണ്ട്. അവിടെ ആ കേസിൽ പ്രതികളെ വെറുതെ വിട്ടു. അപ്പീൽ കൊടുക്കാൻ പോയപ്പോൾ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അമ്മ പറഞ്ഞു, അവരുടെ അച്ഛൻ, ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, എനിക്ക് താല്പര്യമുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണം. ഇതുവരെ കൊടുത്തിട്ടില്ല. TP കേസിൽ പോലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഇരകൾക്ക് അനുസരിച്ച് കൊടുത്തുവെങ്കിൽ വണ്ടിപ്പെരിയാർ കേസിലും ഇപ്പോൾ വാളയാർ കേസ് അട്ടിമറിച്ചതിൽ പ്രോസിക്യൂഷന് നല്ല പങ്കുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയതാണ്, പോലീസിന് പങ്കുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തിയതാണ്. ആ കേസിൽ CBIക്ക് കൈമാറിയിട്ടും ഇപ്പോഴും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഗവൺമെൻറ് നിലപാട് തന്നെയാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. ഈ കേസുകളിലൊക്കെ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു, പല പ്രാവശ്യം കണ്ടു, മുഖ്യമന്ത്രി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. വണ്ടിപ്പെരിയാറിൽ അച്ഛൻ പോയി കണ്ടു, അമ്മ പോയി കണ്ടു, വാളയാറിൽ അച്ഛൻ പോയി കണ്ടു, അമ്മ പോയി കണ്ടു. ഇപ്പോഴും ആ കാര്യത്തിൽ തീരുമാനമില്ല എന്ന് മാത്രമല്ല, ആ പ്രതികൾ വെറുതെ കിടക്കുന്നു. വണ്ടിപ്പെരിയാറിലെ അപ്പീൽ ഇപ്പോഴും അത് എപ്പെടുക്കുന്നൊരു പിടിയില്ല. ഇത്തരം കേസുകളിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന താല്പര്യം എന്താണെന്നാണ് താങ്കൾ പറയുന്നത്? ഒരു സംശയവും വേണ്ട. ഇപ്പൊ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാതിരിക്കുന്നതിന്റെ കാരണം ഈ അന്വേഷണങ്ങൾ അട്ടിമറിക്കാനാണ്, കേസ് അട്ടിമറിക്കാൻ തന്നെയാണ്. അല്ലെങ്കിൽ എന്താ കുഴപ്പം? ഏത് കേസിലും ഇര ആവശ്യപ്പെടുന്ന പബ്ലിക്, അപ്പം അതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. വണ്ടിപ്പെരിയാറിൽ അയാൾ DYFI-കാരനാണെന്നതാണോ കുഴപ്പം എന്ന് ചോദിച്ച ആളുകൾ ഇവിടെയുണ്ട്. വാളയാറിൽ ആരാണെന്ന് പോലും അറിയില്ല. ഇപ്പോഴും അജ്ഞാതരായ ആളുകൾ, 9 വയസ്സായ 13 വയസ്സായ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന റിപ്പോർട്ടും തലയിൽ വെച്ച് അത് ശരിയാണെന്ന് വാദിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. ഒരു സർക്കാർ എങ്ങനെയാണ് വിശ്വസിക്കുക? ഞാൻ പറഞ്ഞില്ലേ, സോജനെ പോലെ ഒരാൾ കൊടുക്കുക, കോടതിയിൽ പോയി CBIക്ക് വേണ്ടി വാദിക്കുന്നത് ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന ചില ആളുകളുമായി ബന്ധപ്പെട്ട ആളുകളാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് നീതി കിട്ടണമെന്ന് ഉറപ്പില്ല. അപ്പോൾ നേരത്തെ കോഴിക്കോട് ICUവിലെ കാര്യം പറഞ്ഞു, നിരവധി കാര്യം പറഞ്ഞു. എവിടെയാണ് ഗവൺമെൻറ് സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നതാണ് ചോദ്യം. സ്റ്റേറ്റിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കൊടുക്കാൻ സ്റ്റേറ്റിന് കഴിയും, അല്ലെങ്കിൽ പോലീസ് തെറ്റ് ചെയ്ത പോലീസുകാരെ ശിക്ഷിക്കാൻ കഴിയും. ഏതെങ്കിലും പോലീസുകാരെ ശിക്ഷിച്ചു? ആകെ ഒരു 6 മാസം സസ്പെൻഷനാണ് ഒരു ചാക്കോ എന്ന് പറയുന്ന ഒരു ഉദ്യോഗത്തിന് വാളയാറിലുണ്ടായത്. വണ്ടിപ്പെരിയാർ സസ്പെൻഷൻ കൊടുത്തു. ഈ സസ്പെൻഷൻ കുറ്റമല്ല, ഒരു ശിക്ഷയല്ല എന്ന് മാത്രമല്ല, 6 മാസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തു. അയാൾ പ്രൊമോഷൻ കിട്ടിപ്പോയി. വണ്ടിപ്പെരിയാറിൽ കേസ് അട്ടിമറിച്ച അവിടെ നമ്മൾ ഒരു കാര്യം കൂടി പറയണം. SC/ST അട്രോസിറ്റീസ് ആക്ട് ഇടണം എന്ന അച്ഛൻ താണ് വീണ് പറഞ്ഞു, ഇട്ടില്ല. പ്രതിയും SC/ST ആണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് ഇവിടെയുള്ള ആളുകൾക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കറിയാവുന്ന 2 ഉദാഹരണങ്ങൾ വിശദമായി പറഞ്ഞതാണ്. ഒരുപാട് കേസുകളിൽ, നേരത്തെ ധന്യ പറഞ്ഞതും അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞതും, ഒരുപാട് കേസുകളിൽ ഇരകൾക്കൊപ്പമല്ല എപ്പോൾ ഈ പ്രതികൾ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ. നമ്മളിപ്പോൾ ഒരുപാട് കേസുകൾ ചാർജ് ചെയ്ത കേസുകൾ, PSCയിലെ തട്ടിപ്പടക്കം മുതൽ ഇപ്പോൾ ഈ PSC അല്ല ഞാൻ പറഞ്ഞത്, ഇതിനു മുമ്പ് PSCയിൽ മറ്റേ നോക്കി എഴുതി കോപ്പി അടിച്ച് പേപ്പർ ബുക്കിയ പ്രതികളൊക്കെ ഉണ്ടല്ലോ പോലീസ് ആവാൻ വേണ്ടി. അവരൊക്കെ ഇപ്പോൾ എവിടെയുണ്ട്? CPM ആയ ഒരു പ്രതിയാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടില്ല. അത് സംരക്ഷിക്കാൻ സ്ത്രീകളെ എത്ര ആക്രമിച്ചാലും സംരക്ഷിക്കപ്പെടും എന്ന്. CPM അല്ലെങ്കിൽ വല്ല ബംഗാളിയോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് അതിഥി തൊഴിലാളിയോ ആണെങ്കിൽ ചിലപ്പോൾ അയാൾ ശിക്ഷിക്കപ്പെടും. അത് കുഴപ്പമില്ല, ആർക്കും വിരോധമില്ല. പക്ഷേ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ,
ഭരണകൂടത്തിൽ ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല, ആ കേസ് നീട്ടി പോകുമെന്നത് ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്ന് പറഞ്ഞാൽ തീരില്ല, അത്രയധികം ഉദാഹരണം. മാത്രമല്ല പോലീസുകാരെ സംരക്ഷിക്കുകയും ചെയ്യും. കേസ് അട്ടിമറിക്കാൻ കൂട്ടുന്ന മുഴുവൻ പോലീസുകാരെയും സംരക്ഷിക്കും, അവർക്ക് പ്രൊമോഷൻ കൊടുക്കും, IPS കൊടുക്കും, എന്തും കൊടുക്കും. ഇതാണ് ഇതുവരെയുള്ള ശരി. ഇടത് നിരീക്ഷകൻ ഡോക്ടർ ബി ജയരാജ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഡോക്ടർ ബി ജയരാജ്, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നീതിപൂർവ്വം ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഈ പാർട്ടിക്കാർ പ്രതികളായി വരുന്ന കേസുകളെ അട്ടിമറിക്കാൻ പോലീസ് എന്ന സംവിധാനത്തെ ഉപയോഗിക്കുന്നു എന്നുകൂടിയുള്ള ആരോപണം നേരിടുകയാണ് ഈ സർക്കാർ. മാത്രമല്ല, ഇത്തരമൊരു വിഷയം KK രമ ഉന്നയിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി സഭാമന്ദിരത്തിൽ ഉണ്ടായിട്ടും സഭയിൽ വന്ന് മറുപടി പറയാതെ അത് വീണ ജോർജിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ പാർട്ടി പ്രവർത്തകർ പ്രതികളായി വരുമ്പോൾ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനൊത്താശ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ പലതരത്തിലുള്ള അംഗീകാരം അല്ലെങ്കിൽ പാരിതോഷികം നൽകുക, ഇത് എന്ത് നീതിയും ന്യായവുമാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ അതിൽ ഒരു ഉദാഹരണം, ഏറ്റവും ഒടുവിലെ സംഭവമാണ് ആലപ്പുഴ പൂച്ചാക്കലിൽ ദളിത് യുവതിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 48 മണിക്കൂറിന് ശേഷമാണ് പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായത്. ഇതടക്കമുള്ള സംഭവങ്ങളിൽ ഇന്ന് നിയമസഭയിൽ നടന്ന വിഷയത്തിൽ നമുക്ക് തുടങ്ങാം. വാളയാറും പിന്നെ നേരത്തെ പറഞ്ഞ വണ്ടിപ്പെരിയാറും കേസുകൾ, അതിന്റെ മെറിറ്റ്, അതിന്റെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാളയാറും വണ്ടിപ്പെരിയാറും നടന്ന കേസുകളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അങ്ങേയറ്റത്തെ പീഡനമാണ് ഉണ്ടായിട്ടുള്ളത്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ തൂങ്ങിമരിച്ച നിലയിൽ അടിച്ചു വന്ന് എത്തിത്തൂക്കിയതാവാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ കേസ്, വണ്ടിപ്പെരിയാറിലെ കേസ് ഏകദേശം സമാന സ്വഭാവമുള്ളതാണ്. അത് തികച്ചും കേരളം പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടി യോജിക്കുന്നൊരു നടപടിയല്ല അങ്ങനെയുള്ള ഒരു സംവിധാനവും അതിന് തുടർന്നുള്ള കേസന്വേഷണം കുറച്ചുകൂടെ ഊർജിതമാക്കേണ്ടിയിരിക്കുന്നു. പ്രതികളെല്ലാം മുമ്പേ തന്നെ പിടിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ പ്രോസിക്യൂട്ടർമാരെ ആവശ്യമുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർമാരെയൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ ഞാൻ CR നീലകണ്ഠൻ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. പക്ഷേ ഇന്ന് നിയമസഭയിൽ നടന്ന എന്താണ്? ഈ പൂച്ചാക്കൽ നടന്ന സംഭവത്തിൽ 2 പ്രതികളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തു. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പൊ പാർട്ടിക്കാരനാണോ DYFIക്കാരനാണോ കൊടിയുടെ നിറം കണ്ടിട്ടാണോ? ഇന്ന് രാവിലെയാണ് 48 മണിക്കൂറിനകത്ത് വെച്ച് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നിയമസഭയിൽ ഈ ചോദ്യം വരുന്നത്. ശരി, ജയരാജ് പറയൂ. നമ്മളിപ്പം ഉടനെ തന്നെ, അതായത് വിത്തിൻ സെക്കൻഡ്സ് പിടിക്കണമെന്നൊക്കെ പറയുന്നത്, ധന്യരാമൻ, നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് പ്രതികളെ പിടിക്കണമെന്നൊക്കെ പറയുന്നത് അപ്രാപ്രിയമാണ്. ആ സമയത്ത് പോലീസിന്റെ സാന്നിധ്യം അവിടെയില്ല. അതിനുശേഷം കേരളം പോലെ സംസ്ഥാനത്ത് കുറച്ച് നാളൊക്കെ അവർക്ക് ഒളിവിലൊക്കെ പാർക്കാനൊക്കെ കഴിയും. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും കുട്ടികളെ തല്ലിയ പ്രതികൾ അവിടെ നിൽക്കെ പോലീസ് എത്തി, എന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തു. പോയത് ആ സ്പോട്ടിൽ പോലീസ് വന്നിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുത്തു. നാട്ടുകാർ പറഞ്ഞു എന്തായാലും 48 മണിക്കൂറിനകത്ത് വെച്ച് പ്രതികളെ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് KK രമ ഇന്ന് സബ്മിഷൻ ഉന്നയിക്കുന്നത്. ആ സബ്മിഷൻ ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് വീണ ജോർജ് അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖം നോക്കാതെ നടപടിയെടുക്കും, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. അതിനകത്ത് ആർക്കും എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ഏതെങ്കിലും ഒരു DYFIക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ എന്നൊക്കെ നോക്കിയിട്ടാണോ കേരള പോലീസ് പ്രവർത്തിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് സംസാരിക്കുന്നതാണ്. അങ്ങനെ അങ്ങ് നമ്മൾ അടച്ചൊഴുക്കി നിൽക്കട്ടെ. അതിപ്പോൾ പീഡനം നടന്നത് ആർക്കെതിരെയാണെങ്കിലും, എസ്പെഷ്യലി പ്രത്യേകിച്ച് ദളിത് പെൺകുട്ടികളുടെ നേരെ ഉണ്ടാവുകയാണെങ്കിൽ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വിമൺ എന്നുള്ള രീതിയിൽ തന്നെ കേസെടുക്കണം. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അങ്ങനെ തന്നെയാണ് ഈ വളരെ വിഖ്യാതമായ പല കേസുകളിലും ആളുകളുടെ എത്ര വലിയ സ്വാധീനമുള്ള ആളായിരുന്നാലും ശരി, നമുക്ക് അതിജീവിതയുടെ കഥയൊക്കെ അറിയാവുന്നതാണ്. വേറെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ആ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയനെ. അതിനുശേഷം പിന്നീട് നമ്മൾ നടന്നിട്ടുള്ള ഇടപെടലുകൾ, ആദ്യമേ കേസ് ചാർജ് ചെയ്യുന്നതിനകത്ത് കാണിച്ച ആർജവം, ആ തൻ്റെ ഇടം, അതൊക്കെ കേരള മനസ്സാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനെയൊക്കെ നെഗേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാം
ഇത് ഈ പ്രതികളായിട്ടുള്ളവർ ഏതെങ്കിലും തിരഞ്ഞു പോവുകയാണ്, അവർക്ക് എന്തെങ്കിലും DYFI ബന്ധമുണ്ടോ, SFI ബന്ധമുണ്ടോ, പാർട്ടി ബന്ധമുണ്ടോ, ആ കാരണം കൊണ്ടാണ് ഇവരെ ഒഴിവാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കുന്നത് അതൊരു ശരിയായ നടപടി അല്ല. അതൊരു ശരിയായ ന്യായീകരണവും അല്ല. അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്, എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരം പീഡനങ്ങൾ നടന്നു കഴിഞ്ഞാൽ കെ കെ രമ കാമ്പുള്ള ഒരു പ്രശ്നമാണ് ഉന്നയിക്കുന്നതെങ്കിൽ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. 48 മണിക്കൂറിനകം പ്രതികളെ പിടിച്ചു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കെ രമയ്ക്ക് മറുപടി ആരോഗ്യവകുപ്പ് മന്ത്രി കൃത്യമായിട്ട് വനിതാ സുരക്ഷ, സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഉണ്ടല്ലോ, വനിതാ ശിശുക്ഷേമ വകുപ്പ്, അതിന്റെ മന്ത്രി തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അല്ല, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം എന്നത് നടപടി എടുക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ട വിഷയമാണല്ലോ. എല്ലാ സാമൂഹ്യ സുരക്ഷയാണല്ലോ, സാമൂഹ്യ സുരക്ഷാ വകുപ്പ് മന്ത്രിയാണല്ലോ. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രത്യേക ഒരു വകുപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? സാമൂഹ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയാണ്. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറയണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം എന്നൊക്കെ വാശി പിടിക്കുന്നത് എന്തിനാണ്? കൃത്യമായ മറുപടി അവർക്ക് ലഭിച്ചല്ലോ. അതിനുശേഷമാണ് പിന്നീട് ഇറങ്ങിപ്പോവുകയും ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയില്ല എന്ന് വാശി പിടിക്കുന്നത് മുഖ്യമന്ത്രിയാണോ അതോ തിരിച്ചാണോ? കെ രമയ്ക്ക് മറുപടി പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? കെ രമയ്ക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. അത് കാമ്പുള്ളതാണ്. അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉത്തരം പറയേണ്ടതാണെങ്കിൽ ഉത്തരം പറയുക തന്നെ ചെയ്യും. കെ രമയ്ക്ക് എന്തിന് മറുപടി പറയാതിരിക്കണം? അങ്ങനെ എന്തോ ഒളിച്ചു കളിക്കാൻ പറ്റും നിയമസഭയ്ക്കകത്ത്? അഥവാ ഒളിച്ചു കളിച്ചാൽ തന്നെ എത്ര കാലം അങ്ങനെ ഒളിച്ചു കളിക്കാൻ പറ്റും? 1 തവണ, 2 തവണ, 3 തവണ. കെ രമ ചോദിക്കുമ്പോഴെല്ലാം പ്രസക്തമായ ചോദ്യങ്ങളാണെങ്കിൽ, മറുപടി അർഹിക്കുന്നതാണെങ്കിൽ അർഹിക്കുന്ന മറുപടി കൊടുക്കാറുണ്ട്. അതല്ല പ്രത്യേക താല്പര്യപ്രകാരം ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതും ചിലപ്പോൾ മറുപടി പറയാൻ മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്നുള്ളത്. ഞാൻ വരാം. ശ്രീമതി ധന്യാരാമൻ, ഇന്ന് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ ഈ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമം അത് ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിലും അതിനെ ഒന്നായി തന്നെ എതിർക്കുന്നൊരു നിലപാട് ഈ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് സർക്കാർ ഓരോ കേസുകളെയും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴ പൂച്ചാക്കലിൽ ഈ ദളിത് പെൺകുട്ടിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്ന സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന വിവരം ഇന്ന് മന്ത്രി സഭയെ അറിയിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ താൻ അടക്കമുള്ള സ്ത്രീകൾ പല സന്ദർഭങ്ങളിലായി ഈ സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് വീണ ജോർജ് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള പ്രശ്നമാണെന്നും ഇതൊരു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണെന്നും അതിന് കൂട്ടായി ഒരുമിച്ച് നിന്നുള്ള രാഷ്ട്രീയ ഭേദമന്യേ ഒരു നിലപാടെടുക്കുകയാണ് വേണ്ടത് എന്നുമൊക്കെ സഭയിൽ വിശദീകരിച്ചുകൊണ്ടാണ് വീണ ജോർജ് ഈ വിഷയത്തിന് മറുപടി പറഞ്ഞത്. അപ്പോഴും പ്രതിക്കൂട്ടിൽ സർക്കാർ തന്നെയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ആഭ്യന്തര വകുപ്പ് ഈ ഒരു അതിക്രമം നടക്കുമ്പോൾ പോലീസാണ് അവിടെ ആക്ട് ചെയ്യേണ്ടത്. പോലീസിന്റെ പ്രവർത്തനമാണ് അവിടെ വേണ്ടത്. അല്ല, വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ് രണ്ടാമതാണ്. അത് സെക്ഷൽ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികളെയൊക്കെ അവര് ഷെൽട്ടർ ഹോമിൽ പാർപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വനിതാ ശിശു വികസന വകുപ്പ് ചെയ്യുന്നത്. അതാണ് അവരുടെ പ്രധാന ദൗത്യം. അല്ലാതെ ആദ്യം പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഈ സമൂഹത്തെ സുരക്ഷിതമാക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ജോലിയാണ്. അതിൽ അവർ വളരെയധികം വീഴ്ച വരുത്തുന്നുണ്ട്. ഞങ്ങൾ ഇഷ്ടം പോലെ ദളിത് അട്രോസിറ്റി കേസുകളിൽ ഇടപെടുന്ന മനുഷ്യരാണ്. കഴിഞ്ഞ ഈ 2 വർഷത്തിനിടയിൽ പിണറായി വിജയന്റെ 1ാം സർക്കാർ വളരെ മാന്യമായിട്ട് മുമ്പോട്ട് പോയി. ഈ 2ാം ഭരണത്തില് ഈ കഴിഞ്ഞ 2 വർഷം ഇത്രയും മോശം പോലീസിങ്, ഇത്രയും മോശം ആയിട്ട് ഞങ്ങളുടെ ഒരു കേസുകളും, ഒരു അട്രോസിറ്റി കേസൊക്കെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലീസിന്റെ പുറകെ നടന്ന് 1 മാസം 1.5 മാസമൊക്കെ എടുക്കണം. കൃത്യമായിട്ട് അതിൽ ഇടതുപക്ഷത്തിലെ ആൾക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ഏത് ആൾക്കാർ അതിനകത്ത് പ്രതികളായാലും അത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ അവർക്ക് എപ്പോഴും ഒരു പഴുതിട്ടിരിക്കും, പ്രതികൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു പഴുതിട്ടിരിക്കും. എന്തിന് നമ്മളിപ്പോ ഇത്രയും സമയം സംസാരിച്ചില്ലേ, സീഡിറ്റിലെ ഒരു ദളിത് സ്ത്രീയെ, സീഡിറ്റ് മുഖ്യമന്ത്രിയുടെ വകുപ്പ് തന്നെയാണ്, സീഡിറ്റിലെ ഒരു ദളിത് സ്ത്രീയെ ഈ 3rd റേറ്റ് വേശ്യയുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഒരു നായർ സ്ത്രീ, ഇടതുപക്ഷത്തിലെ നായർ സ്ത്രീ പറഞ്ഞു. ആദ്യം പരാതി കൊണ്ട് കൊടുത്തു, കേസ് എടുത്തില്ല. 3 മാസം കഴിഞ്ഞ് 5 സാക്ഷികളായിട്ട് ഞങ്ങൾക്ക് ഇടപെട്ടപ്പോൾ അട്രോസിറ്റി കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് എടുത്തപ്പോൾ തന്നെ സിനിമാ നടി മാലാ പാർവതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പ്രതിയായിട്ടുള്ള സുജിയെ ഞങ്ങൾ സംരക്ഷിക്കും, ഞങ്ങൾക്ക് അത്രയും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്ന്. മാലാ പാർവതി പറഞ്ഞത് കൃത്യമാണ്. CPM-ലെ ഒരു മാലാ പാർവതിക്ക് ഇത്തരം കേസുകളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് നെടുമങ്ങാട് SC കോർട്ടിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ആ ജഡ്ജി വാദിയായിട്ടുള്ള പെൺകുട്ടിയോട് പറയുവാണ്, നീ ഇങ്ങനെ കേസുമായിട്ട് നടന്നു കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിന് നാണക്കേടാവൂലേ, നിങ്ങൾക്ക് വിഷമാവൂലേ, നിങ്ങൾ ഏത് വസ്ത്രം ഇട്ടപ്പോഴാണ് നിങ്ങളെ പുലച്ചി എന്ന് വിളിച്ചത്? അപ്പൊ അവര് പറഞ്ഞു KPMS-ന്റെ പച്ച കളറുള്ള കൊടിയാണെന്ന് പറഞ്ഞപ്പോ ജഡ്ജി ഷാജഹാൻ പറഞ്ഞത്, എങ്കിൽ പിന്നെ ആ പച്ച കളർ നമുക്കെല്ലാം അങ്ങ് യൂണിഫോം ആക്കിയാലോ.
അപ്പൊ കോടതികളിൽ പോലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ കോടതി ഇപ്പം ഞാൻ അത്രയും ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. ഈ ഒരു കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഈ ഇപ്പൊ നിങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിലെ സിനിമാ നടന്മാർക്ക് മാത്രമാണ് പോലീസിന്റെ സുരക്ഷിതത്വവും ആഭ്യന്തര വകുപ്പിന്റെ സുരക്ഷിതത്വവും കിട്ടുന്നത്. ബാക്കി സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്കും കിട്ടുന്നില്ല. ഇവിടുത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പിനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ സ്കൂൾ കുട്ടികൾ ഈ ട്രിവാൻഡ്രം സിറ്റിക്കകത്തെ ഗവൺമെന്റ് സ്കൂളിലെ 14-15 വയസ്സുള്ള കുട്ടികളെ മയക്കുമരുന്ന് എടുക്കാനായിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോകുന്നുണ്ട്, സെക്ഷൽ അബ്യൂസ് എടുക്കുന്നുണ്ട്, ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എല്ലാം പൊത്തി വെച്ചിരിക്കുകയാണ്. ഈ കുട്ടികൾ അത്രയും ട്രാപ്പിൽ പെട്ടു. എത്രയോ കുട്ടികളുടെ ജീവിതമാണ് ഇല്ലാതാവുന്നത്, എത്രയോ കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്രയോ കുടുംബങ്ങൾ താറുമാറിലായി. ഇതൊന്നും ആരും ഒന്നും അറിയുന്നില്ല. ഈ കേസുകളെല്ലാം പൊത്തിവെച്ച് നമുക്ക് ഇങ്ങനെ ഒരു സമൂഹത്തെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. തിരുത്തേണ്ടടുത്ത് തിരുത്തുന്നത് തന്നെയാണ് ഇടതുപക്ഷം വേണ്ടത്. അത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും. ഇനിയെങ്കിലും ഇത്തരം രാഷ്ട്രീയക്കാരെ പ്രതികളായ പരവൂര് ഞങ്ങളുടെ ഒരു പയ്യൻ പാട്ട് പാടുവാണ്, 100 കണക്കിന് ആൾക്കാർ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അവനെ പരസ്യമായിട്ട് തല്ലുവാണ്. ഒരു കാണികളുടെ ഇടയിൽ വെച്ച് സ്റ്റേജിൽ നിന്നാണ് തല്ലുന്നത്. ആ തല്ലിയ ഒരു വീഡിയോയും പോലീസുകാരും എല്ലാം അവിടെ ഉണ്ടായിട്ടും കേസ് എടുക്കാൻ 2 മാസം സമയമെടുത്തു. ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കണം. ഇതൊക്കെ പാർട്ടിക്കാരും സ്വാധീനമുള്ളവരും പ്രതികളായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള എല്ലാ സോഴ്സും അവിടെ പോലീസ് തന്നെ ഒരുക്കി വെച്ചിരിക്കും. ഞങ്ങൾക്ക് ഈ നീതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾക്ക് പിണറായി വിജയന്റെ ആദ്യത്തെ സർക്കാരിന് നീതി കിട്ടിയിരുന്നു. ഈ 2ാം ഘട്ടത്തിൽ ഈ 2 വർഷത്തിൽ പോലീസിന് എന്ത് സംഭവിച്ചു, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചു, കോടതികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ തിരിച്ചു ചോദിക്കുവാണ്. കാരണം അത്രയും മോശമാണ്. കാരണം 1-2 കേസുകളല്ല, 1-2 ഞങ്ങളൊക്കെ 100 കണക്കിന് കേസിൽ ഇടപെടുന്ന ആൾക്കാരാണ്. നിജേഷ്, ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആണ് ഇത്രയധികം ഈ പാർട്ടി പ്രവർത്തകർ പ്രതികളാകുമ്പോൾ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതും, അതുപോലെ തന്നെ ഈ പല പ്രധാനപ്പെട്ട കേസുകളിലും വേണ്ട രീതിയിൽ പോലീസ് ഇടപെടാതിരിക്കുന്നു എന്നുള്ള ആക്ഷേപം നേരിടുന്നതും, പിന്നെ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ വാളയാറിലെയും വണ്ടിപ്പെരിയാറിലെയും കേസുകളിൽ സ്വീകരിച്ച സമീപനമടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെയാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പോലീസ് ഭരണത്തിൻ്റെ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് ആ കാര്യങ്ങളിൽ ഒരു ഇടപെടലിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നാണോ, അദ്ദേഹത്തിന് അതിലുള്ള സ്വാധീനം ഉണ്ടാകുന്നില്ല എന്നതാണോ, അതോ അതെല്ലാം മറ്റാരുടെയോ കൈകളിലൂടെ നിയന്ത്രിക്കപ്പെടുന്നു എന്നതാണോ? പ്രതിപക്ഷം ഇതെന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നു എന്നാണ് കരുതുന്നത്? ഒന്ന്, കുറെ കാലമായിട്ട് CPM അനുവർത്തിക്കുന്ന ഒരു സമീപനം സകലമാന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും ഞങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിൽ വന്നു കഴിഞ്ഞാൽ CPM-ൽ എത്തിക്കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യില്ല, എല്ലാ സംരക്ഷണവും കിട്ടും എന്നൊരു മെസ്സേജ് അറിയാതെ കൊടുത്തുപോയി. അത് കൊടുത്തുപോയപ്പോൾ സകലമാന ആളുകളും ഈ കൊടിയുടെ പിറകിൽ വന്ന് ഗുണ്ട ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഉടനെ പറയും അത് രാഷ്ട്രീയമാണെന്ന് പറയും. നമ്മളൊക്കെ കണ്ടതാണ്. കഴിഞ്ഞ നമ്മുടെ തിരുവനന്തപുരത്തിനകത്ത് 2 ഗുണ്ടാ സംഘങ്ങൾ നട്ടപ്പാതിരക്ക് ഏറ്റുമുട്ടി. പിറ്റേ ദിവസം മുതൽ എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് പറയുന്നു. ഗുണ്ടകൾക്ക് വളരെ കൃത്യമായ സംരക്ഷണം കിട്ടി. ഇന്നലെയും നമ്മൾ കണ്ടു, വീണ ജോർജിന്റെ നേതൃത്വത്തിൽ 10-62 ആളുകളെ പാർട്ടിക്കകത്തേക്ക് എടുത്തു. അതിൽ കാപ്പ കേസിൽപ്പെട്ട ആളെ ഒരല്പം കഴിഞ്ഞ കേസൊക്കെ വിമുക്തരായിട്ട് എടുത്തറിയാം. 62 പേരെടുത്ത് അതിൽ ഒരുത്തൻ ഇന്ന് കഞ്ചാവ് കേസ് കുടുങ്ങി. എന്തിനാ CPM ഇതുപോലെയുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നത്? ഞങ്ങളൊക്കെ പ്രാദേശികമായി മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പങ്കെടുക്കേണ്ടി വരേണ്ട ആളുകളാണ്. തികച്ചും പ്രാദേശികമായ വിഷയങ്ങളായിരിക്കും. പോലീസ് ഒരു അനങ്ങാപ്പാറ നയം കാണിക്കുന്നു. ഒരു കേസിൽ പോലും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറല്ല. കൈ കെട്ടിയിട്ട അവസ്ഥയിലാണ് കേരളത്തിന്റെ പോലീസ്. മറുഭാഗത്ത് ഹൈ പ്രഷർ. നമ്മൾക്കറിയാം, ഏകദേശം 200ഓളം പോലീസുകാരാണ് ഈ ഭരണത്തിൽ ആത്മഹത്യ ചെയ്തത്. മേലുദ്യോഗസ്ഥരുടെ പ്രഷർ സഹിക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥർ. എന്തുകൊണ്ട്? ഏത് കേസ് എടുക്കുന്ന സമയത്തും ഏത് കേസ് വരുന്ന സമയത്തും അവർക്ക് പ്രഷറാണ്. FIR ഇടാൻ പാടില്ല, കേസ് എടുക്കാൻ പാടില്ല, പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു. എത്രയേറെ സംഭവങ്ങൾ നമ്മൾക്കറിയാം. വണ്ടിപ്പെരിയാറിൽ സംഭവിച്ചു. എത്ര കൂളായിട്ടാണ് ആ പ്രതിയെ സംരക്ഷിച്ച് പോയത്. വാളയാർ ഇന്നും കേരളത്തിൽ, നമ്മളിപ്പോൾ ഉന്നാവയിലെ പെൺകുട്ടിക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് മെഴുകുതിരി കത്തിച്ച ആളുകളാണ് നമ്മൾ. അങ്ങ് ഉത്തർപ്രദേശിലെ സംഭവം നടക്കുന്ന സമയത്ത് കൊച്ചു കേരളത്തിൽ 9ഉം 13ഉം വയസ്സുള്ള 2 കുട്ടികളെ കെട്ടിത്തൂക്കി കൊന്നിട്ട് ഒരു നടപടിയെടുക്കാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല. പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു പ്രോസിക്യൂട്ടറെ കൊടുക്കാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എവിടെ എത്തി? ഇപ്പോ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രൈം റെക്കോർഡ്സിൽ നമ്മൾ പിറകിലാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാൽ തീരുമോ? ഈ പാപത്തിന്റെ കറ ഒഴുക്കി കളയാൻ കഴിയുമോ? ഈ പാപത്തിന്റെ കറ നിങ്ങളൊന്ന് വെറുതെ ആലോചിക്കുക. ഇങ്ങനെയൊരു വിഷയം വരുന്ന സമയത്ത് അത് നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ 140 MLA-മാർക്ക്, കേരളത്തിനകത്ത് പ്രതിദാനം ചെയ്യുന്ന ആളുകൾക്ക് സംസാരിക്കാൻ ഞങ്ങളുടെ മണ്ഡലത്തിൽ ഇതാണ്. രാഷ്ട്രീയം വിട്ടേക്ക്,
ഞങ്ങളുടെ മണ്ഡലത്തിൽ ഇങ്ങനെയാണ്, പോലീസ് സ്റ്റേഷനുകളിൽ ആക്ഷൻ ഉണ്ടാവുന്നില്ല, പോലീസുകാർ കൈകെട്ടിയ അവസ്ഥയിലാണ്, പോലീസിനെ നിയന്ത്രിക്കുന്നത് മാഫിയകളാണ്, പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇന്ന പാർട്ടിക്കാരാണ് എന്ന് പറയാനുള്ള ഒരു അവസരത്തിനെയാണ് നിഷേധിച്ചത്. അവിടുന്ന് ഒളിച്ചോടുകയാണ്. എത്രത്തോളം നേരത്തെ ശ്രീ ബി ജയരാജ് ചോദിച്ചത് തന്നെ ഞാൻ ചോദിക്കും, എത്രത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് ഇങ്ങനെ ഒളിച്ചോടാൻ സാധിക്കും? എത്ര കാലം മറുപടി കൊടുക്കാതിരിക്കാൻ സാധിക്കും? നമ്മൾ ഇന്ന് കണ്ടില്ലേ 15-16 കുട്ടികളുടെ ചിത്രമെടുത്ത് പ്രചരിപ്പിച്ച ഒരു SFI നേതാവിനെ സ്റ്റേഷനകത്തേക്ക് ഒരു രാജാവിനെ പോലെയാണ് കൊണ്ടുവരുന്നത്. 15 മിനിറ്റ് കൊണ്ടാണ് ആ കുട്ടിയെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുന്നത്. സിദ്ധാർത്ഥന്റെ കൊലപാതകം നടന്നു, അതങ്ങ് കുഴിച്ചു പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് നിജേഷ്. എനിക്ക് ഒന്ന് കാലടി സർവകലാശാലയിലെ കാര്യമാണല്ലോ അല്ലേ പറയുന്നത്? അല്ലെ, കാലടി SFI വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും ആ കുട്ടി SFIയുടെ ഭാഗമായിരുന്നു. ആ കുട്ടി, ഞാൻ അതിനെ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, ആ കുട്ടിക്ക് പോലും സംരക്ഷണം ഇതിനകത്ത് കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. ഇത്ര മോശമായി 15 കുട്ടികളുടെ ചിത്രം എങ്ങനെ പ്രചരിപ്പിച്ചാൽ അതിലൊന്നും ഒന്നും സംഭവിക്കാനില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ഉയർത്തിയ ഈ കേരളത്തിൽ ഒരുപക്ഷെ വർഗീയമായി കത്തിപ്പടരേണ്ട ഒരു സംഭവം ഉണ്ടായി. കേരളത്തിലെ വടകര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതി കൊടുത്തു. കാഫിർ പ്രയോഗം നമ്മൾക്കറിയാം. ഞങ്ങൾ കാഫിർ ആരോ ഇറക്കട്ടെ, ഒരു ആക്ഷൻ എടുക്കാൻ കേരളത്തിന്റെ പോലീസിന് സാധിക്കണ്ടേ, കണ്ടുപിടിക്കാൻ സാധിക്കണ്ടേ? ഇത്രയേറെ ടെക്നോളജി, ചന്ദ്രനിലേക്ക് പോകാൻ ആൾ തയ്യാറെടുക്കുന്ന സമയത്ത്, ടെക്നോളജിയിൽ അത്രയും അങ്ങേയറ്റം എത്തിയ സമയത്ത് ആരുണ്ടാക്കി എന്ന് പറഞ്ഞ് മാതൃകാപരമായി ശിക്ഷിക്കാൻ കേരളത്തിലെ പോലീസിന് സാധിക്കണ്ടേ? ആ കേരളത്തിലെ പോലീസിന്റെ കൈ കെട്ടിക്കൊടുക്കും. നമ്മൾക്കറിയാം, സിദ്ധാർത്ഥന്റെ കൊലപാതകം നടന്നപ്പോൾ പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു, ഒരു പ്രയാസമില്ല. പ്രതികളോടൊപ്പം മുൻ MLA വരെ മജിസ്ട്രേറ്റിന്റെ വീട് വരെ പോകുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊട്ടിച്ച ആളുകളെ ഒരു ദിവസം പുറത്താക്കുന്നു, പിറ്റേ ദിവസം അവർ വരുന്നു, അവരെ തന്നെ പാർട്ടി കമ്മിറ്റിയിലേക്ക് വെക്കുന്നു. ക്രിമിനലുകളെ ഇപ്പൊ കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പൽ അടിച്ചു താഴെ ഇടുന്നു, പിറ്റേ ദിവസം എന്താണ് പ്രിൻസിപ്പൽക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും അത് സ്ത്രീകൾക്കെതിരെയുള്ളതും കുട്ടികൾക്കെതിരെയുള്ളതും അതോടൊപ്പം തന്നെ കേരളത്തിലെ സാധാരണ പൗരനും നീതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിനകത്തുണ്ട്. ഇതാണ് തിരുത്തേണ്ടത്. അല്ലാതെ ഞങ്ങൾക്ക് ഇത്ര വോട്ട് അവിടെ നഷ്ടപ്പെട്ടു അത് തിരുത്തും എന്നല്ല പറയേണ്ടത്. നമ്മൾ ടാക്സ് അടയ്ക്കുന്നു, നമ്മൾ ടാക്സ് അടയ്ക്കുമ്പോൾ ജീവനും സ്വത്തിനും സംരക്ഷണം തരാൻ ഈ സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് നിജേഷ് ഞാൻ വരാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പരിവേഷം തന്നെ കരുത്തനായ ശക്തനായ മുഖ്യമന്ത്രി എന്ന നിലയിലാണ്. അപ്പോൾ ആ കരുത്തും ആ ശക്തിയും ഒക്കെ ഈ ആഭ്യന്തരം ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടായിരിക്കുന്നു പുറത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞാൽ അത് ശരിയാവും തോന്നുന്നില്ല. പക്ഷെ എന്തായാലും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ല പോലീസ് എന്നാണ് വ്യക്തിപരമായി ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ അനുഭവത്തിൽ ഞാൻ തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിനെ എക്സോനറേറ്റ് ചെയ്യല്ല, അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറയല്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ല പോലീസ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ പല സ്ഥലത്തും CPMകാർക്ക് തന്നെ പോലീസിനെ കയറി അടിക്കേണ്ടി വരുന്നു. പോലീസിൻ്റെ നടപടികളിൽ അവർക്ക് തന്നെ ചിലപ്പോൾ തൃപ്തികേട് വരുന്നു. അതൊരു കാര്യം. രണ്ട്, ഇവിടെ നേരത്തെ ശ്രീ ജയരാജ് പറഞ്ഞു വാളയാറിൽ അങ്ങനെയാണ് വേണ്ടിയിരുന്നത്, വണ്ടിപ്പെരിയാറിൽ ഇങ്ങനെയാണ് വേണ്ടിയിരുന്നത്. ഇവിടെയാണ് പ്രശ്നമുള്ളത്. നമ്മളിങ്ങനെയാണ് വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴും സർക്കാർ എടുക്കുന്ന നിലപാടുകളെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ആ IPS ഒരു സോജൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് IPS കൊടുക്കാൻ ഇൻറ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് കേരളത്തിലെ സർക്കാർ. അദ്ദേഹത്തിൻ്റെ പേരിൽ 2 കേസുകൾ ഈ പാലക്കാട്, ഞാനിപ്പോൾ ഇന്ന് രാവിലെ പാലക്കാട് പോയതാണ്. അദ്ദേഹം ഇന്ന് ബഹുമാനപ്പെട്ട കുറിലോസ് തിരുമേനിയായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ചോദിച്ചു ഉപകാരസ്മരണയാണോ ഇത്? അദ്ദേഹം ചോദിച്ച വാചകം ഇതാണ്, ഉപകാരസ്മരണയാണോ? എന്തുകൊണ്ട്? ഏത് കാര്യത്തിൽ? എങ്ങനെയാൾക്ക് കൊടുക്കുന്നത്? ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി പറഞ്ഞു ഈ കേസ് കൂടി കേട്ടിട്ടേ പോകാവുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല സോജന കൊടുക്കാൻ. ഞാൻ പറഞ്ഞു വന്നത്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി നിയന്ത്രിക്കാൻ വേണ്ട രീതിയിൽ സത്യസന്ധമായി നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയും അവരെ കയറൂരി വിടുകയും അവരെ ലോക്കൽ അടക്കമുള്ള പാർട്ടി നേതാക്കന്മാർ നിയന്ത്രിക്കുകയും അങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗുണ്ടാ മാഫിയയുടെ കാര്യത്തിലൊന്നും ഞാൻ ഇനി പറയുന്നില്ല. അതിപ്പോൾ കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്ന, അത് കണ്ണൂർ മാത്രമല്ല, കണ്ണൂർ കുറച്ച് കൂടുതലാണെന്നുള്ളൂ. ഈ ഗുണ്ടാ മാഫിയയ്ക്കും ഈ വിളയാട്ട് സംഘങ്ങൾക്കും വലിയ സ്വാധീനം ഭരണകക്ഷിയിൽ ഉണ്ട് എന്നതൊരു രഹസ്യമൊന്നുമല്ല. അത് അവർ തമ്മിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. എങ്കിലും ഞാനത് പറയുകയാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോലീസിൻ്റെ നിയന്ത്രണം മുഖ്യമന്ത്രിയെ പോലെ ഒരാൾക്കുണ്ടോ? ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരാളാണ് നിയന്ത്രിക്കുന്നതെന്നാണ്. ആ ഒരാളാണെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, അദ്ദേഹം തന്നെ സ്ത്രീപീഡന കേസിൽ വളരെ പരിതാപകരമായൊരവസ്ഥയിൽ അദ്ദേഹത്തിനെതിരെ തന്നെ നിരവധി ആരോപണങ്ങൾ വന്നതാണ്. പിന്നെ പറയുക പോലീസ് കേസ് വന്നില്ല. പോലീസ് കേസ് വന്നില്ല എന്ന് പറയേണ്ടതല്ല ആഭ്യന്തര വകുപ്പ്. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി ഒരു പ്രശ്നമുണ്ടായാൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുക. ഇപ്പോൾ വീണ ജോർജ് ഇത് പറയാൻ
മന്ത്രിയായി വന്നല്ലോ. എന്തുകൊണ്ടാണ് വീണ ജോർജ് അല്ലേ ചേർത്തലയോ അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറോ എവിടെയാണെങ്കിൽ പോയിട്ട് നിങ്ങളെ ഞാൻ സംരക്ഷിക്കും എന്ന് പറയാൻ ഒരു പ്രാവശ്യം പോലും ചെയ്യാത്ത വീണ ജോർജ് ഇപ്പോൾ പോലീസിന്റെ നടപടിയെ ന്യായീകരിക്കാൻ 48 മണിക്കൂറിനകത്ത് പിടിച്ചു. വീഡിയോ ടേപ്പ് കാണിച്ചു കൊടുത്തു ഇവരെ തല്ലണത്. ഞാൻ മനസ്സിലാക്കി, ഞാൻ സോഷ്യൽ മീഡിയയിലേ കണ്ടുള്ളൂ. വീഡിയോ ടേപ്പ് ആരാണ് തല്ലുന്നതെന്ന് കാണിച്ചു കൊടുത്തു. അത് കിട്ടിയാൽ പിന്നെ 48 മണിക്കൂർ വേണം അറസ്റ്റ് ചെയ്യാൻ. 1 മിനിറ്റും വേണ്ട, പോലീസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ പോലീസിന് ചോദിക്കണം, ആരോടോ പോലീസ് ചോദിക്കുക, ഇയാളെ അറസ്റ്റ് ചെയ്യാമോ, ഇത് നമ്മുടെ ഇന്നാളുടെ ആളാണ്, എന്നാൽ പിന്നെ ആവാം കുറച്ച് വൈകുക. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഒരു ക്രിമിനൽ കേസിൽ വൈകും തോറും അതിലെ തെളിവുകൾ നശിക്കുമെന്ന് അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇതിനു മുമ്പ് തന്നെ അറിയാം. ഒരു ദിവസം കഴിഞ്ഞാൽ ഇന്നുള്ളൊരു കേസ് നാളെ ആകുമ്പോൾ അതിൻ്റെ തെളിവുകൾ പലതും പോയി, വീഡിയോ തെളിവൊക്കെ ഉണ്ടാവുമെങ്കിലും പോകും. പിന്നെ നടിയെ ആക്രമിച്ച കേസിൽ അതിശക്തമായ പ്രതിരോധം കേരളത്തിലുണ്ടായി. ഞാൻ ഈ ഒരു കാര്യം കൂടി പറയാം, ശ്രീ PT തോമസ് ഇല്ലായിരുന്നുവെങ്കിൽ, എനിക്ക് നേരിട്ടറിയാം, എൻ്റെ നാട്ടിലാണ് നടന്നത്, ഞാനിപ്പോഴും പറയുന്നു, PT തോമസ് ഇല്ലായിരുന്നെങ്കിൽ നടിയെ ആക്രമിച്ച കേസ് മണ്ണിനടിയിൽ പോകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ മുഴുവൻ സീക്വൻസും അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും നേരിട്ട് വന്ന് പറഞ്ഞാൽ, അത് വലിയ ശക്തമായി ഇടപെട്ടാൽ മാത്രമാണ് ആ കേസ് വരുന്നത്. പോലീസ് എത്ര മടിച്ചിട്ടാണ് കേസ് എടുത്തതെന്നൊക്കെ നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ, പ്രശ്നം അതല്ല, ഇതൊരു സമീപനമാണ്. അതായത് ഈ ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പ്രതിഷേധവും ഒക്കെ ഉയരാൻ തുടങ്ങിയിട്ട് ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കുറച്ചധികം നാളുകളായി. അപ്പോൾ അതിൽ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ കൈകളിലല്ല, മറ്റൊരാൾ അത് നിയന്ത്രിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിക്കൊക്കെ ആ കാര്യത്തിൽ വളരെ പാസീവായി അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ പോലീസ് സേന മൊത്തത്തിൽ മറ്റൊരാൾ നിയന്ത്രിക്കപ്പെടുകയും അവിടെ താല്പര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നതെന്നാണ്. ഈ ആഭ്യന്തര വകുപ്പിനും പോലീസിനും എതിരായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് എത്ര കാലമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ സർക്കാർ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഓരോരോ സംഭവങ്ങളിൽ ഈ ആരോപണങ്ങൾ ഉയർന്നു കൊണ്ടേയിരിക്കുന്നു, പക്ഷേ പരിഹാരം ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നില്ലേ ഇന്ന് KK രമ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ വിഷയത്തെ? ഈ 2ാമത്തെ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തീർച്ചയായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും തന്നെ കരുതിയില്ല. അതുമാത്രമല്ല, കോൺഗ്രസ്സുകാർ ഒട്ടും കരുതിയില്ല, മാർക്സിസ്റ്റ് വിരുദ്ധക്കാർ അതിലും അപ്പുറവും കരുതിയില്ല. അപ്പോൾ അധികാരത്തിൽ വരുന്ന ആ ദിവസം മുതൽ ഒരു ഡിസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്റപ്റ്റീവ് ആയിട്ട്, കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രതിപക്ഷം വർക്ക് ചെയ്യുന്ന രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ട്രപ്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടൊരു പ്രതിപക്ഷമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരും. ഒരു ദിവസത്തെ നീർക്കുമിളയുടെ ആയുസ് മാത്രമാണ് ഓരോ ആരോപണങ്ങൾക്ക് ഉണ്ടായിരുന്നതെന്ന് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടാകും. ഇപ്പോഴാണ് പുതിയൊരു ആരോപണവുമായിട്ട് സ്ഥലം മാറ്റിയതിന് എന്താണ് ന്യായീകരണം? പൂച്ചാക്കലിലെ ഈ ഏറ്റവും ഒടുവിൽ ഈ ദളിത് പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ മർദ്ദനത്തിൽ ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ട് 48 മണിക്കൂർ കഴിഞ്ഞ് ഇന്ന് സഭയിൽ ഉന്നയിക്കപ്പെടാൻ കാര്യങ്ങൾ നിൽക്കുമെന്ന ഘട്ടത്തിൽ മാത്രം കസ്റ്റഡിയിലെടുത്തതിന് പിന്നിലുള്ള കാരണം എന്താണ്? പാർട്ടി പ്രവർത്തകർ പ്രതികളാകുന്ന കേസുകളിൽ ഈ മെല്ലെപ്പോക്ക് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നു എന്ന ആരോപണം എന്തുകൊണ്ട് ഉയരുന്നു? ഗോപികൃഷ്ണൻ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു സ്വിച്ചിട്ട ലൈറ്റ് കത്തുന്നതാണ് പോലെ പെട്ടെന്നുള്ള ഒരു പ്രോസസ്സൊന്നുമല്ല ഒരു പ്രതിയെ പോലീസ് പിടിക്കാന്ന് പറഞ്ഞു. ഒരു വീഡിയോ ദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത മിനിറ്റ് അങ്ങ് പ്രതികളങ്ങ് നിന്ന് കൊടുക്കുകയാണോ പിടിക്കാൻ? അല്ലെ പ്രതികൾക്ക് എന്തെല്ലാം ഹൈഡ് ഔട്ട് ഉണ്ടാവും? നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ഹൈഡ് ഔട്ട് ഉണ്ട്? ഒരാൾ ക്രൈം ചെയ്താൽ എവിടെയെല്ലാം ഒളിക്കാം, അവിടെ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷണം നടത്തി അവരുടെ ബന്ധുക്കളെല്ലാം പിടിച്ച്, ഒരുപക്ഷെ അച്ഛനെയോ അമ്മയോ പിടിച്ച് വരട്ടി അല്ലെ ബന്ധുക്കളെ പിടിച്ച് ജയിലിലിട്ടിട്ടൊക്കെയാണ് പലപ്പോഴും പ്രതികൾ വെളി വരാറുള്ളതെന്നുള്ള കാര്യം എനിക്കും അറിയാം, ഗോപികൃഷ്ണൻ അറിയാം, ശ്രീയാർ നീലകണ്ഠനും അറിയാം, ധന്യരാമനും അറിയാം. അപ്പോൾ അതിൻ്റേതായൊരു സമയം, ഈ 48 മണിക്കൂറിനകം പ്രതിയെ പിടിക്കുന്നെന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അല്ലാതെ നമ്മൾ അടുത്ത മിനിറ്റിൽ ഒരു വീഡിയോ ഫുട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത മിനിറ്റിൽ എങ്ങനെയാണ് പിടിക്കാൻ കഴിയുന്നത്? അസംഭവ്യമായ കാര്യം. ഇത് ഒരിക്കലും ഒരു രാജ്യത്ത് പോലും, ഏറ്റവും ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് പോലും വിത്തിൻ സെക്കൻഡ്സോ അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സോ ഒരു പ്രതിയെ പിടിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു താളത്തിൽ അങ്ങ് പറഞ്ഞു പോകാം, അടുത്ത സെക്കൻഡിൽ നമുക്ക് പിടിക്കാം, അല്ലെങ്കിൽ അടുത്ത മിനിറ്റിൽ നമുക്ക് പിടിക്കാം, ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ. അതൊക്കെ വെറും ബാലിശമായ വാദങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഞാനീ പറഞ്ഞു വന്നത്, ഇപ്പോഴത്തെ ഒരു പുതിയ ഊഹാപോഹമാണ്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരൊക്കെയോ നിയന്ത്രിക്കുന്നു, അതിനകത്തൊരു പ്രത്യേക വ്യക്തി അതിനകത്തുണ്ട്. ആ വ്യക്തി സ്ത്രീ പീഡനത്തിൽ നേരത്തെ കേസിൽ വന്നിട്ടുള്ള ആളാണ്, അയാളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ
പോലീസിനെ നിയന്ത്രിക്കുന്നതും പോലീസിൻ്റെ കൈ കെട്ടുന്നതും പോലീസ് സ്റ്റേഷനിൽ ഇടപെടലുകൾ നടത്തുന്നതും. ഞാനുമൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഇടപെടലുണ്ടായിട്ട് പല കേസുകളുടെ കാര്യത്തിലും കോടതിയിലും പോലീസിലും ഒക്കെ പോകുമ്പോൾ, പല വ്യക്തികളുടെയും കൂടെ പോകുമ്പോഴൊന്നും എനിക്കതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തിന് പോയിട്ടുമില്ല. പിന്നെ ഇല്ലാത്തൊരു കാര്യം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. നമുക്ക് കഥകൾ മെനയുകയല്ലേ, ഓരോ ദിവസവും ഓരോ ഫാൻറ്റസി സ്റ്റോറീസ് അല്ലേ ഇറങ്ങുന്നത്. എന്തെല്ലാം സ്റ്റോറീസാണ്. കൈതോലപ്പായ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതൊരിക്കൽ ഞാൻ ഗോപികൃഷ്ണനും കൂടെ ചർച്ച ചെയ്തതാണ്. അത് ഇല്ലാത്ത ഇന്നോവ കാറിനകത്ത് പണം പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു കഥ. അങ്ങനെ എത്ര കഥകൾ ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈന്തപ്പഴക്കൊരു, ഖുറാൻ, ബിരിയാണി ചെമ്പ്, ഇങ്ങനെ ഒരുപാട്, കമല ഇൻ്റർനാഷണൽ, ഇതെല്ലാം എവിടെ പോയി? ഇതൊക്കെ കുറേ ദിവസങ്ങൾ, മാസങ്ങളോളം ചർച്ച ചെയ്യല്ലേ. ഈ ED, പിന്നെ എന്തോ അതിന് പറയുന്നത്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം, അവരുടെ വർക്കുകൾ, ഇതൊക്കെ എവിടെ എത്തി? ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. ഇനി ഇതെല്ലാം പൊങ്ങി വരുന്നത് എപ്പോഴാണെന്നറിയോ? അടുത്ത നിയമസഭയുടെ സമയമാകുമ്പോൾ ഇതുമാതിരിയുള്ള കുറേ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിടും. ഇത് തീർച്ചയായിട്ടും ഇത് ടാർഗറ്റഡ് ആണ്, വ്യക്തിപരമായിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ വ്യത്യാസം, ശ്രീ ധന്യരാമനെ പോലെയുള്ള പൊതുപ്രവർത്തകരെങ്കിലും ഇത് താങ്കൾ അറിയാതെ ഒരു ട്രാപ്പിനകത്താണ് വീഴുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ, കാര്യം താങ്കൾ എന്തായാലും കഴിഞ്ഞ 5 വർഷം ഒരുമിച്ച് നിന്ന് ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇവരൊഴുക്കുന്ന ഒരു കുഴിയിൽ, വൻകുഴിയിൽ ചെന്ന് പതിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാനാണ്. കാര്യത്തിലും ഈ സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിയുടെ കാര്യത്തിലുമൊക്കെ ഈ സർക്കാർ അടിസ്ഥാനപരമായ അതിൻ്റെ ഉറപ്പുകളിൽ നിന്നും നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ടാം പിണറായി സർക്കാർ എന്നാണോ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്? അതായത് ഞാനിപ്പം ഈ ഒരു 10-12 വർഷം കൊണ്ട് 7000-ഓളം ദളിത് ആദിവാസി കോളനികളിൽ പോയിട്ടുള്ള ആളാണ്. അത് ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ട് പോലീസുകാരോടൊപ്പമാണ് പോയിട്ടുള്ളത്. അങ്ങനെ പോകുമ്പോൾ ഇപ്പൊ നോക്ക്, ഒരിടത്ത് പോകുമ്പോൾ ഉണ്ടാവും ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് അവിടെ പ്രസവിച്ച് കിടക്കുകയാണ്, ഒരു മനുഷ്യനും അറിയുന്നില്ല. 13 വയസ്സുള്ള കുഞ്ഞായിരിക്കും. നമ്മൾ അപ്പൊ തന്നെ അവിടെ തന്നെ അവർക്ക് കൃത്യമായിട്ട് നടപടിയെടുത്ത് ആ ഒരു ഏരിയ പോലീസുകാർ പ്രൊട്ടക്ട് ചെയ്യും, പ്രതികളെ അറസ്റ്റ് ചെയ്യും. ആ ഭാഗത്ത് ഇനി ഒരു പീഡനം ഏൽക്കാതിരിക്കാൻ തക്ക രീതിയിൽ ആ പ്രൊട്ടക്ഷൻ അവർ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ 2 വർഷം കൊണ്ട് അങ്ങനത്തെ ജനമൈത്രിയുടെ ഒരു സപ്പോർട്ട് എവിടെയും കിട്ടുന്നില്ല. മുമ്പ് കൊടുത്തോണ്ടിരുന്ന അല്ലെങ്കിൽ പോലീസ് വിസിറ്റ് ഉണ്ടായിരുന്ന ഇടങ്ങളിലേക്ക് അവരത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ ആണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടതുപക്ഷത്തിലൂടെ തന്നെ വളർന്നു വന്ന ഒരാളാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ആദ്യം കാസർഗോഡ് എന്റെ നാട്ടില് പാർട്ടിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്. അപ്പൊ ഇടതുപക്ഷത്തോട് അത്രയും ബന്ധമുള്ള ഒരാളാണ്. അത്രയും പാർട്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ 2 വർഷത്തിനിടയിലുള്ള മാറ്റങ്ങളാണ്. അതായത് പാർട്ടിന്റെ ഉള്ളിലേക്ക് ഗുണ്ടകളും പിന്നെ നുഴഞ്ഞ് കയറുന്നുണ്ട്. അത് ഞാൻ പറയാൻ കാരണം എന്റെ ജോലി കൺസ്ട്രക്ഷൻ ആണ്. ഞാൻ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ്. അപ്പൊ തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ കൺസ്ട്രക്ഷൻ സൈറ്റ് ഉള്ള ആളാണ് ഞാൻ. അപ്പൊ ഈ ടൂറിസം മേഖലയിൽ വർക്കലയിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഏതെങ്കിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് കുറച്ച് ഗുണ്ടകൾ കയറി വരുന്നു, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. എന്നെ തടങ്കലിൽ വെക്കുന്ന പോലെ 25 ഗുണ്ടകൾ വന്ന് എന്നെ തടങ്കലിൽ വെക്കുന്ന പോലെ അരൂർ SIയോട് ചോദിച്ചു നോക്കണം. രാവിലെ 10 മണിക്ക് ഞാനൊരു മെഷർമെന്റ് എടുക്കാനായിട്ട് ഡ്രൈവറുടെയും 2 ജോലിക്കാരുടെയും കൂടെ സൈറ്റിൽ എത്തിയതാണ്. 10:30 ഗുണ്ടകൾ വന്ന് എന്നെ വളഞ്ഞിട്ട് ഉച്ചയ്ക്ക് 1 മണിക്കാണ് വിട്ടത്. പോലീസിന് കേസ് എടുക്കാൻ പറ്റൂല, കാരണം അത് അത്രയും രാഷ്ട്രീയ സപ്പോർട്ടുള്ള ഗുണ്ടകളാണ്. അത് എന്റെ തൊഴിലാണ്, എന്റെ ചോറാണ്. ഞാൻ പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് വേറെ വരുമാനമില്ല, എനിക്ക് പൂർവിക സ്വത്തുക്കളില്ല. അച്ഛന്റെ അമ്മയുടെ ഒറ്റ മകളാണ് ഞാൻ. എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി, എനിക്ക് സഹോദരങ്ങളില്ല. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പണിയെടുത്ത് എന്റെ കുടുംബം മുമ്പോട്ട് പോകേണ്ടത് എന്റെ ആവശ്യമാണ്. അങ്ങനെയുള്ള എന്നെയാണ് വർക്കലയിൽ വെച്ചിട്ട് ഇതുപോലെ അരൂർ 10:30 വിളിച്ച സ്പോട്ടിൽ SI വന്നു, ഒരു പാർട്ടി പോലീസ് വന്നു. അവർ ആ ആൾക്കാരെ, ആ ഗുണ്ടകളെ പിരിച്ചു വിടാനായിട്ട് എത്ര മണിക്കൂർ എടുത്തെന്നറിയാമോ? അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾക്കാരാണ്. നമ്മൾ ഇതിന്റെ പുറകെ കേസിന് പോയിട്ട് കാര്യമില്ല. ഇത്തരം സാഹചര്യങ്ങൾ തൊഴിലിടങ്ങളിലും എവിടെയായിരുന്നാലും നമ്മൾ സുരക്ഷിതരായിരിക്കണം. അത് മുഖ്യമന്ത്രി ഇന്നൊരു മറുപടി തന്നിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും സന്തോഷവാന്മാരായനെ. കാരണം ആ മുഖ്യമന്ത്രി നേരിട്ടത് ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്നീ പൊതുസമൂഹത്തിനോട് പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊക്കെ ധൈര്യമാണ്. ആ വാക്കുകളാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. മുഖ്യമന്ത്രിയെ 2ാം വട്ടവും ജയിപ്പിച്ച ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളെല്ലാം ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാനത്തെ വോട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ദളിത് ആദിവാസികളുടെ മാറാത്ത വോട്ടാണ്. ഞങ്ങളിവിടെ 75 ലക്ഷം പേരുണ്ട്, ദളിതരും ആദിവാസികളും ദളിത് ക്രൈസ്തവരും അടക്കം. ഞങ്ങൾ അത്രയും പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ട്. അത് ഉറച്ച വോട്ടാണ്. പക്ഷേ ആ ഒരു തിരിച്ചുള്ള സ്നേഹം ഞങ്ങളെടുത്ത് തന്നില്ല.
ഞങ്ങൾക്ക് രാധാകൃഷ്ണ മിനിസ്റ്ററെ പോലും നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഞങ്ങൾക്ക് രാധാകൃഷ്ണ മിനിസ്റ്റർ ഇല്ലാണ്ടായിപ്പോയത്? ഞങ്ങളുടെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ താറുമാറായിപ്പോയി. ഒന്നും നടക്കുന്നില്ല. 2019 തൊട്ട് ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോഴൊരു ഗ്രാന്റ് പോലും കിട്ടുന്നില്ല. പഠനം പലർക്കും പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. ഒരു ഫീസ് പോലും സർക്കാർ അടച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും നന്നായി കൊണ്ടുപോയിരുന്ന ഒരു വകുപ്പാണ്. ഞങ്ങളുടെ 691 കുട്ടികളെ ലണ്ടൻ അടക്കമുള്ള വിദേശ യൂണിവേഴ്സിറ്റികളിൽ എത്തിച്ച സർക്കാരാണ്. ഇപ്പൊ ഞങ്ങളെ കൈയൊഴിഞ്ഞ പോലെയാണ്. ഞങ്ങളുടെ വകുപ്പിന്റെ ഒരു കാര്യവും നടക്കുന്നില്ല. കാരണം ഒരു അസുഖം വന്ന ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ചികിത്സാ ധനസഹായം തന്നോണ്ടിരുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാം സർക്കാർ ഞങ്ങൾ അത്രയും പിന്തുണച്ചിരുന്നു. ഇപ്പൊ ഒരു 2-3 വർഷം കൊണ്ട് ഈ വകുപ്പിനെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു. രാധാകൃഷ്ണ മിനിസ്റ്റർ ഇവിടുത്തെ നാട് കടത്തി എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അത് വലിയ ശോഷണം സംഭവിച്ചിരിക്കുന്ന ഇവിടുത്തെ അടിസ്ഥാന വിഭാഗത്തിനാണ്. അത് തിരിച്ചെടുക്കണം. അത് മുഖ്യമന്ത്രി തന്നെ പറയണം. ശക്തമായിട്ട് തിരിച്ചു വരും. ഈ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. നിങ്ങളെ ഞാൻ സംരക്ഷിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചാൽ ഇവിടെ നടക്കുന്ന ആഭ്യന്തര വകുപ്പേ ഇവിടെ ഉള്ളൂ. അത് നിങ്ങളെ സംരക്ഷിക്കാനുള്ളതാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറയണം. അത് കേൾക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. വീണ ജോർജ് അല്ല അത് പറയേണ്ടത്. വീണ ജോർജ് അടുത്ത ഓപ്ഷനാണ്. ഇവിടെ പോലീസിംഗും ബാക്കി സുരക്ഷിതത്വവും കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം തന്നെ അത് പറയണം. അപ്പോഴേ അത് വാല്യൂ ഉള്ളതാകുന്നുള്ളൂ. അത് കേൾക്കാത്തത് കൊണ്ട് കടുത്ത നിരാശയും ഞങ്ങൾക്കുണ്ട്. ശ്രീ നിജേഷ് അരവിന്ദ്, ആഭ്യന്തര വകുപ്പ് താൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട തരത്തിൽ ഒരു സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേൽ വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാവണമെങ്കിൽ അദ്ദേഹം കാര്യങ്ങളോട് ഇടപെടണം. അതിന് അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം ഒളിച്ചോടുകയാണ്. നമ്മൾക്കറിയാം, കേരളത്തിനകത്ത് 8 പേർ കൊല ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ പിണറായി വിജയൻ ഭരണകാലത്ത്, മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിച്ച വന്ധ്യവയോധികനായ ഗ്രോ വാസുവിനെ കേസെടുത്ത് ജയിലിലിട്ടു. കേരളത്തിൽ സംഭവിച്ചതാണ്. 8 മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലാൻ നക്കാപ്പിച്ച പൈസ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടി കിട്ടി എന്നതിന്റെ പേരിൽ പിറകിൽ നിന്ന് വെടിവെച്ച് കൊന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് കേരളത്തിൽ സംഭവിച്ചു. കേരളത്തിൽ ആഭ്യന്തര സംവിധാനമാണ്. ഒരുപാട് ആളുകൾ എതിർത്തു. പക്ഷെ അതിനപ്പുറത്തായിരുന്നു ധാർഷ്ട്യം. അതിനപ്പുറത്തായിരുന്നു. ഇന്നും അതിന് ന്യായീകരണം ഉണ്ടായില്ല. ഗ്രോ വാസുവിനെ ജയിലടച്ചത് ന്യായീകരണമില്ല. ഇനി SFI പ്രവർത്തകരായ അലൻ ഷോഹേബിനെയും താഹയും പിടിച്ച് ജയിലിലിട്ടു. അതും മറ്റെന്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. SFI പ്രവർത്തകരായിരുന്നു. കാരണം അതും ധാർഷ്ട്യമാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി. അപ്പം ഒരു ആഭ്യന്തര മന്ത്രി ഒന്നുകിൽ ജനങ്ങളോട് സംസാരിക്കണം. ജനങ്ങൾക്ക് എപ്പോഴാണ് പ്രതികരിക്കാൻ സാധിക്കുക? ജനങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കുക തെരഞ്ഞെടുപ്പ് കാലത്താണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം പ്രതികരിച്ചത് ഈ തരം കാര്യങ്ങളെ എല്ലാം വെച്ചിട്ടാണ്. കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ, അതിൽ ഈ ഇതുപോലെയുള്ള ഓരോ വിഷയങ്ങളും വരും. ആ വിഷയങ്ങളോടുള്ള പ്രതികരണം ജനങ്ങൾ ബാലറ്റിലൂടെ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ അപ്പൊ പ്രതികരിക്കണ്ടേ? ആ ബാലറ്റിന്റെ തെരഞ്ഞെടുപ്പിൽ തോൽവി കഴിഞ്ഞ് നിരന്തരം ജില്ല മുഴുവൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. സ്റ്റേറ്റ് പഠിച്ചു, അഖിലേന്ത്യ പഠിച്ചു, തിരുത്തും എന്ന് പറഞ്ഞു. അത് തിരുത്താനുള്ള ആദ്യത്തെ സുവർണ അവസരമല്ലേ നിയമസഭ? ആ നിയമസഭയ്ക്കകത്ത് പഴയ ധാർഷ്ട്യമൊക്കെ മാറ്റിവെച്ച് ജനകീയ വിഷയങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ഇടപെടാൻ പോകുന്നു. ഈ KK രമ ഉയർത്തിയ പ്രശ്നങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ധാർഷ്ട്യത്തോടുകൂടി കാര്യങ്ങളെ ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾക്ക് ക്ഷീണമാണ്. ഇടതുപക്ഷം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തരുന്ന സഹോദരി പറഞ്ഞു, അവർ ജോലി ചെയ്യുന്ന സൈറ്റിൽ അവർ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ അവർ തടങ്കലിലാക്കപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അവരവരുടെ രാഷ്ട്രീയവും പറഞ്ഞല്ലോ. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ നോക്ക്, കേരളത്തിലെ കോറികൾ, കേരളത്തിലെ എല്ലാ മാഫിയകളും ഒന്നുകിൽ കോറികൾ, വയലുകൾ നികത്തിക്കൊണ്ടേയിരിക്കുന്നു, മണ്ണിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ആർക്കും ഒരു പ്രശ്നവുമില്ല. പൈസയുണ്ടോ, പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ, കേരളത്തിൽ എന്തും നടക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. നമ്മൾ കണ്ടില്ലേ, കോട്ടയത്ത് ഒരു ഗുണ്ട കൊല ചെയ്ത ഒരാളെ എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസുകാർ പേടിച്ചു പോയി. നമുക്ക് തിരുവനന്തപുരത്ത് കയ്യും കാലും വെട്ടിയെടുത്ത് പ്രകടനം നടത്തി. നിങ്ങളുടെ ഗുണ്ടകൾ പ്രകടനം നടത്തി. ഇപ്പൊ തേക്കിൻകാട് ഗുണ്ടകൾ പിറന്നാളാഘോഷം നടത്തുന്നു. പ്രതികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൊലപാതകികൾക്ക് വേണ്ടിയൊക്കെ ഇടപെടുന്ന ആളുകളാണ് ഗവൺമെന്റ്. അതൊരു മെസ്സേജ് ഗവൺമെന്റ് അറിയാതെ കൊടുത്തു. TP വധക്കേസിലെ പ്രതികളെയൊക്കെ വിട്ടയക്കാൻ, ഒരിക്കലും ഹൈക്കോടതി വിടരുത് എന്ന് പറഞ്ഞ ആളുകളൊക്കെ വിട്ടയക്കാൻ വേണ്ടി കേരളത്തിന്റെ ഭരണ സംവിധാനം അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നൊരു മെസ്സേജ് കിട്ടി. അപ്പൊ എന്ത് ചെയ്യുന്നു? ഗുണ്ടകൾ വരിയായി കാത്തു നിൽക്കുക. ഞങ്ങൾക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ് വേണം. അതിനെ സ്വീകരിക്കാൻ ആര് പോകുന്നു? പാർട്ടി തന്നെ പോകുന്നു. അവരെ സ്വീകരിക്കാൻ പാർട്ടി തന്നെ പോകുന്നു. നമ്മൾക്കറിയാം, പാർട്ടിക്കകത്ത് പരാതി കൊടുത്ത ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ അവസ്ഥ എന്താ? പണ്ട് KM റോയ് ഒരു ലേഖനത്തിൽ വർഷങ്ങൾക്കും എഴുതി വെച്ചത് എന്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു സ്ത്രീ പരാതി കൊടുത്തു, പാർട്ടിയിൽ എന്തെന്ന് പീഡനം നടന്നു എന്ന്. പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ച സമയത്ത് പാർട്ടി പറഞ്ഞത് അത് സ്ത്രീ പീഡനം സംഭവിച്ചിട്ടില്ല, പീഡിപ്പിക്കപ്പെട്ടില്ല
എന്ന് വിധി എഴുതി. 3 മാസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പ്രസവിച്ചു. ഉടനെ പാർട്ടി കമ്മിറ്റി വീണ്ടും കൂടിയിട്ട് പറഞ്ഞു പാർട്ടി യോഗത്തിന് വിരുദ്ധമായ തീരുമാനമെടുത്ത് സ്ത്രീയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് KM റോയ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്നു. അതിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ പാർട്ടി പോകുമ്പോൾ ആര് തിരുത്തും? ആരാണ് തിരുത്തേണ്ടത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കേരളത്തിലെ ഇടതുപക്ഷം തയ്യാറാവണം. 57ലെയും 47ലെയും ആയുധങ്ങൾ എടുത്ത് 2024 വീണ്ടും പ്രയോഗിക്കുന്ന, ബോംബ് ഉണ്ടാക്കുന്ന, ബോംബ് മരിച്ചു വീഴുന്ന ആളുകളൊക്കെ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ മുന്നോട്ട് 2024 ആയുധമാണ് ബോംബ്. ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കി ബോംബ്, നമ്മുടെ ഹരിഹരന്റെ വീടിനെറിഞ്ഞു ബോംബ്. എവിടെ എത്തി പാർട്ടി? അതുകൊണ്ടാണ് തിരുത്തൽ വേണം. ആ തിരുത്തൽ ഉണ്ടാക്കാൻ ഈ പാർട്ടിക്ക് സാധിച്ചാൽ ഒരു നട്ടലുള്ള ആഭ്യന്തര സംവിധാനം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കെല്ലാം നടക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക ഈ വർഷം തന്നെ, ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക വളരെ വേഗം തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് തിരുത്തലിന്റെ ഒരു തുടക്കം സഭയിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. ഈ തിരുത്തലിൽ ഇപ്പോൾ ശ്രീ നിജേഷ് അരവിന്ദ് പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? അവിടെയാണ് ഗോപീഷ്ണ പ്രശ്നം. പെൻഷൻ കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റുപോയത്, ഒരുപക്ഷെ തോൽവിയുടെ ആഘാതം കൂടിയത് എന്ന് വേണ്ടി പറയാം. പക്ഷേ തിരുത്താൻ ഒരുപാടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇടതുപക്ഷത്തുനിന്ന് മിക്കവാറും ഈ ചർച്ചകൾക്ക് വരുന്ന ആളുകൾ ഞങ്ങൾക്കൊന്നും തിരുത്താനില്ല, ഞങ്ങൾ തിരുത്തും എന്ന് പറയുകയാണ്. ഞങ്ങൾക്കൊന്നും ഏത് വിഷയമാണ് തിരുത്താനില്ല എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പിന് തിരുത്താനുണ്ടോ? ഇല്ല, കാരണം അത് മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ടതാണ്. വിദ്യാഭ്യാസ മന്ത്രി വകുപ്പിന് തിരുത്താനുണ്ടോ? ഇല്ല. ആരോഗ്യ വകുപ്പിനുണ്ടോ? ഇല്ല. ഒരു വകുപ്പിനും തിരുത്താനില്ല. പിന്നെ തിരുത്താനുള്ള ജനങ്ങൾക്കാണോ? ഞങ്ങൾ തിരുത്തും എന്ന് പാർട്ടി പറയുമ്പോൾ ഏത് വിഷയത്തിൽ തിരുത്തും? ഇപ്പം ജനങ്ങളുമായി ബന്ധം കൂടുതൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഗുണ്ടകളാണ് പാർട്ടിയുടെ ഭാഗത്തെങ്കിൽ ജനങ്ങളുമായി എന്ത് കൂടുതൽ ബന്ധം ഉണ്ടാവുക? ഇപ്പം എനിക്കറിയാം നിരവധി ക്വാറി സമരങ്ങളിൽ നാട്ടുകാരെ ഭീതിപ്പെടുത്തുന്നതും ഞങ്ങളെ പോലുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോൾ നിനക്കൊക്കെ ഇവിടെ എന്താ കാര്യം എന്നാ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ, ഒരു സ്ഥലത്തൊരു ക്വാറി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നു, മണ്ണെടുപ്പ് ബുദ്ധിമുട്ടാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ നിനക്കൊക്കെ എന്താ ഇവിടെ കാര്യം ചോദിച്ചു വരുന്ന ഗുണ്ടകളാണ്. ആ ഗുണ്ടകൾ ആ നാട്ടിലെ ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളോടൊക്കെ സമരത്തിന് നിൽക്കണേ. അവരോട് ചോദിച്ചാൽ പിന്നെ എന്ത് തിരുത്തലെടുക്കുക? എവിടെയാ തിരുത്താൻ പോണേ? അപ്പം തിരുത്തൽ എന്തിലാണ് വരേണ്ടത്? ആഭ്യന്തര വകുപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ. ആഭ്യന്തര വകുപ്പിൽ എന്ത് തിരുത്തലാണ് കൊണ്ടുവരുന്നത്? ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ട ഒരു കാര്യം, തിരുത്തുമെന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു തിരുത്തും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം നേരത്തെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത മറ്റേ ചെടിച്ചട്ടി ജീവൻ രക്ഷാ പ്രവർത്തനം അടക്കം ന്യായീകരിക്കുകയും SFI ചെയ്തതൊക്കെ അത് SFIയെ പൂർണ്ണമായി ന്യായീകരിക്കുകയും ഒരു പ്രശ്നവും പോലീസിനില്ല. ഒരു കാര്യം ഗോപീഷ്ണ, മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു മഹാ തട്ടിപ്പുകാരൻ്റെ സംരക്ഷകരായിരുന്നു കേരളത്തിലൊരു DGP ADGP എന്നറിയോ? അവർക്ക് എന്തെങ്കിലും പറ്റിയോ? മോൺസൺ മാവുങ്കൽ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. മോൺസൺ മാവുങ്കലിൻ്റെ ഇതിലിരുന്ന് എന്നിട്ട് മോൺസൺ മാവുങ്കലിനെ നമ്മളെന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ വേറെ ആളുകൾ തിരിച്ചറിഞ്ഞില്ല? ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാ തിരിച്ചറിയാം? DGP ഇതിനകത്ത് തിരുത്തലുകൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതിനായിട്ടുള്ള ചർച്ചകളെല്ലാം കൃത്യമായിട്ട് പാർട്ടി ഘടകങ്ങൾ നടക്കുന്നുണ്ട്. ആ തിരുത്തലുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ പ്രസ്താവനകൾ. ആ പ്രസ്താവനയോട് കൂടി തുടങ്ങുകയാണ്. അതിനു മുമ്പ് തന്നെ എല്ലാം ഒറ്റയടിക്ക് അങ്ങ് മാറും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമാണ്. പക്ഷേ തിരുത്തലുന്ന ഭാഗങ്ങളിലെല്ലാം കൃത്യമായിട്ട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നല്ല തിരുത്തലുകളുമായിട്ട് മുന്നേറും. പിന്നെ എന്ത് ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിസ്ട്രപ്റ്റീവായിട്ടും കാണുന്ന ആളുകളെ അവരെ ഒന്നും പറയാനില്ല. കാരണം ഇത് തിരുത്തൽ എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. ഇത് കണ്ണടച്ച് ഉറങ്ങുമ്പോൾ എല്ലാം നമുക്ക് സഡൻ ആക്ഷൻ ആണല്ലോ വേണ്ടുന്നത്. കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പിൽ നേരം വെളുക്കണം എന്നൊക്കെയുള്ള ദുർവാശികളും ഇത് ഇടതുപക്ഷമാണ്. എല്ലാം മാവോയിസ്റ്റുകളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു. മാവോയിസ്റ്റുകളൊക്കെ വർഗീസിന്റെ കണ്ണൊക്കെ ചൂഴ്ന്നെടുത്തത് അടിയന്തരാവസ്ഥ കാലത്താണെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള നരാധവന്മാരായ പോലീസ് ആഭ്യന്തരമന്ത്രിയായിരുന്ന K കരുണാകരന്റെ കാലത്താണ്, അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അത് വന്ന വഴികളൊന്നും മറക്കരുത്. ചരിത്രബോധം ഉണ്ടായിരിക്കണം, ഉണ്ടായിരിക്കണം. ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ ഉത്തരവാദിത്തമുള്ളതാണ് ഈ സർക്കാർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ എത്രമാത്രം ഗൗരവത്തിൽ കണ്ട് തിരുത്തലുകളിന് ഇടപെടും എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു.